തുടങ്ങിയാടാ. ഓക്കെ. അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പൈത്തൺ ലാംഗ്വേജ് ആണ്. അത് എന്തിനാണ് പൈത്തൺ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഹലോ ഹലോ എന്തുകൊണ്ടാണ് നമ്മൾ പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് ലാംഗ്വേജ്? എന്തിനാണ് ലാംഗ്വേജ്? അല്ല, നമ്മുടെ ഇൻട്രാക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ കമ്പ്യൂട്ടർ ആണെന്നെങ്കിൽ അതായാലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണ്ടേ? കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. സൗണ്ട് ഇപ്പൊ ശരി. അത് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ടാസ്ക് ചെയ്യാനുണ്ട്. ആ ടാസ്ക് നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ആ ടാസ്ക് നമുക്ക് ഡയറക്റ്റ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രീതിയിൽ പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മൾ ശരിക്കും ടൈപ്പ് ചെയ്യണത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. പക്ഷെ എങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവും അത്? അത് എന്താണ്? അല്ല, നമ്മൾ കൊടുക്കുന്ന കോഡ് എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജാ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഹ്യൂമൻസിന് ലാംഗ്വേജ് അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണത്? അത് എന്ത് സാധനം വെച്ചാണ് കൺവേർട്ട് ചെയ്യണത്? അതെ, കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്. നമ്മ പൈത്തണിൽ എന്താ ഉപയോഗിക്കുന്നത് അറിയോ? ഇല്ല, ഇന്റർപ്രറ്റർ ആണ്. എന്താണ് കമ്പൈലർ ഇന്റർപ്രറ്റർ തമ്മിലുള്ള വ്യത്യാസം? കമ്പൈലർ വോൾ കോഡിനെ പ്രോസസ് ചെയ്യാനായി. ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് മറ്റേതാണ് ഇന്റർപ്രറ്റർ ആണ്. ഓക്കെ.
അപ്പൊ നമ്മള് പൈത്തൺ കോഡിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്താണ് കൺവേർട്ട് ചെയ്യണത് ഭയങ്കര എക്കോ കേൾക്കുന്നുണ്ട്. അക്കൗണ്ട് ഇപ്പോഴോ? ഇപ്പൊ ശരി, ഇപ്പൊ കേൾക്കണമല്ലോ. ക്ലിയറാ. ആ അപ്പൊ നമ്മുടെ സി ലാംഗ്വേജിലേക്കാണ് ഇട്ടില്ലേ ഒരു ലാസ്റ്റ് ഒരു സെമിക്കോളൻ. കണ്ടിട്ടുണ്ട്. അതെന്തിനാണ് ശരിക്കും? ആ സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുമ്പോഴല്ലേ അതോ? അതെ, ഒരു ലൈൻ കഴിഞ്ഞ് അടുത്ത ലൈനാണെന്ന് നമ്മുടെ കമ്പൈലറിന് മനസ്സിലാവാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ. എടാ, നിങ്ങളുടെ ആരുടെ ഒരാളുടെ മൈക്ക് എന്തോ ഓൺ ചേർന്നിട്ടാണ് ഇതടിക്കണത്. എക്കോ അടിക്കണത്. നിന്റെ രണ്ട് സ്ഥലത്തിരിപ്പില്ല, വേണ്ട നീ ഒരെണ്ണം ഓഫ് ചെയ്ത് ഒരെണ്ണത്തിന് മൈക്ക് ഓഫ് ചെയ്ത്. ഇപ്പൊ എക്കോ ഇല്ലല്ലോ. ഇപ്പൊ ഇല്ല. ഇപ്പൊ കേൾക്കണുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഇല്ല. എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? നമ്മള് ഇതിന്റെ കമ്പൈലറിന്റെ സെമിക്കോളം പറഞ്ഞു. അതായത് നമ്മുടെ കമ്പൈലർ എന്താ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് കോഡ് ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ലൈൻ കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ ഏതാണെന്ന് കമ്പൈലറിന് മനസ്സിലാവണം. അതിനുവേണ്ടി നമ്മൾ സെമിക്കോളൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്റർപ്രെറ്ററിൽ നമ്മൾ ആ സംഭവം ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ? കാരണം നമ്മൾ ഇന്റർനാഷണൽ ഉപയോഗിക്കുന്നുണ്ടോ അതോ? ഇല്ല, ലൈൻ ബൈ ലൈൻ ആയിട്ടല്ല എക്സിക്യൂട്ട് ചെയ്യണത്. അപ്പൊ ഒരു ലൈൻ കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ ഏതാണെന്ന് ഓട്ടോമാറ്റിക് ഇന്റർപ്രെറ്ററിന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ നമ്മ ആദ്യം പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണ കാര്യമൊക്കെ അറിയാതെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പറയണോ ഒന്നും കൂടി? ഹലോ, കേട്ടില്ല. കട്ടായി പോണു നീ പറയണത്. പറഞ്ഞു. ആദ്യം വെറുതെ പൈത്തൺ എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുക. python.org വരും. ഇവിടെ വന്നിട്ട് ഡൗൺലോഡ്സ് എടുക്കുക. എന്നിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് ആയിരിക്കും ഇവിടെ കൊടുത്തേക്കണത്, പൈത്തൺ 3.12.2. പക്ഷെ നമ്മ ഒരിക്കലും ഏതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴും നമ്മ ഒരിക്കലും ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ ബഗ് ഉണ്ടാകും. കാരണം ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷനാണ് ശരിക്കും 3.10.11 വന്നത്. മനസ്സിലായോ എടുത്തത്? 3.10.11 വരും. അതിന്റെ ഏറ്റവും അടിയിലായിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാളർ ഫയൽ കാണിക്കും. നമ്മുടെ എന്താണ് വിൻഡോസ് ഇൻസ്റ്റാളർ 64 ബിറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ വിൻഡോസ് OS 32 ബിറ്റ് ആണെങ്കിൽ 32 ബിറ്റ് 64. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യണ സമയത്ത് ആഡ് ടു പാത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താൽ എനിക്ക് കാണിക്കൂല, കാരണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കണേ. അത് കഴിഞ്ഞ് ആഡ് ടു പാത്ത് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സ് ടിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി നമ്മുടെ പാത്തില് നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ആയില്ലേന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. എന്നിട്ട് പൈത്തൺ -. വേർഷൻ ടൈപ്പ് ചെയ്യുക. 3.10.11 ആണ് എൻ്റെ വേർഷൻ. ഓക്കെ, മനസ്സിലായോ? എത്ര മനസ്സിലായി. പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ലാംഗ്വേജ് ആണ്. ശരിക്കും അത് വെബ് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, പിന്നെ കുറെ സ്ക്രിപ്റ്റിങ്, ഈ ഡാറ്റ, AI, അങ്ങനെ പല മേഖലയിലും നമുക്ക് ഈ പൈത്തൺ ഉപയോഗിക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് സിന്റാക്സ് എന്ന് പറയുന്നത്
സിന്റാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുള്ള ഇതില്ലേ, ആ എങ്ങനെ ഒരു സാധനം ഡിക്ലെയർ ചെയ്യണം, ഒരു കറക്റ്റ് ആയിട്ടുള്ള നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ച അതല്ലേ? അതെ അതെ അതെ. അപ്പൊ ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണം എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കാണണ്ട, പ്രിന്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് റൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഈ ഹലോ വേൾഡ് കിട്ടും. കാരണം പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ അകത്ത് ഞാൻ എന്ത് എഴുതുന്നു അത് അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് ആയി കിട്ടും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സിന്റാക്സ്. ഓക്കെ, അല്ല ബേസിക്സ് കാര്യങ്ങളൊക്കെ അറിയാം പൈത്തണിന്റെ ഇപ്പം. ബേസിക് ഒക്കെ അറിയാം. വേരിയബിൾ എന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണ്, അതറിയാമോ? അതെല്ലാം അത്യാവശ്യം അറിയാം. കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതറിയോ? ഇല്ല ഇല്ല ഇല്ല, അറിയത്തില്ല. അതും പൈത്തണില് മാത്രമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. ബാക്കി സ്ട്രിങ് ബൂളിയനൊക്കെ അറിയാലോ നിങ്ങൾക്ക്, ഓപ്പറേറ്റേഴ്സ്. അറിയാം. ആ ഓക്കെ. അപ്പൊ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ രൂപം മാറ്റുക. അതേപോലെ നമുക്കൊരു വേരിയബിൾ എന്നിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിന്റെ രൂപം മാറ്റാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതായത് ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിന്റെ അകത്തായിട്ട് ഞാൻ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ പൈത്തണിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണത് അറിയോ? അത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഒരു വേരിയബിളിന്റെ അകത്തായിട്ട് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാം. എക്സ് വേണ്ട, എ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക് എന്തെടുക്കും? ഇതിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിട്ട് എടുക്കും? ഇന്റ് ആയിക്കോളൂ അത്. ഇല്ല, ഇപ്പൊ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും അതിന്റെ? ഇന്റിജർ ടൈപ്പ്. ആ അതന്നെ, ഇന്റിജർ ടൈപ്പ് ആയിട്ട് ഓട്ടോമാറ്റിക് എടുക്കും. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ എന്റെ ഒരു വേരിയബിൾ എനിക്ക് ഇന്റിജർ തന്നിട്ടുണ്ട്, അതിനെ കൺവേർട്ട് ചെയ്ത് ഫ്ലോട്ട് ആക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചത്. ഇതിപ്പോ ഞാൻ സ്ട്രിങ് s(1) എന്ന് പറയുമ്പോൾ എക്സിന്റെ അകത്ത് ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും ഇതിന്റെ ഡാറ്റ ടൈപ്പ്. എന്നിട്ട് s1 എന്ന് പറഞ്ഞ ഒരു ഡാറ്റ സ്റ്റോറാണ്. y ഈക്വൽ ടു s2r(2). ഈ 2 എന്താ ശരിക്കും അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? 2ന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ആ ഒരു ഇത് നോക്കുമ്പോ എന്താണ്? ഇന്റിജർ ആണ്. ആ ഇന്റിജറിനെ str എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ അകത്ത് റാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ വൈഡ് അകത്തോട്ട് സ്റ്റോർ ചെയ്യുമ്പോ ഈ 2ഉം എന്താവും? സ്ട്രിങ് ആയിട്ട് മാറും. ഈ ഇതെന്താ 3.0 എന്ന് പറയുമ്പോ എന്ത് ഡാറ്റ ടൈപ്പ് ആണ്? ഫ്ലോട്ട് ആണ്. അതിനെ ഓട്ടോമാറ്റിക് കൺവേർട്ട് ചെയ്ത് സ്ട്രിങ് ആയിട്ട് മാറ്റിയിട്ട് ഇസെറ്റിൽ സ്റ്റോർ ചെയ്യും. ഇത് നമുക്ക് ടൈപ്പ് അറിയാൻ വേണ്ടി എന്ത് ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ നമുക്കറിയാം. കണ്ട, ക്ലാസ് സ്ട്രിങ് എന്ന് എഴുതിയിട്ടുണ്ട്. ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന്റെ അകത്തും കൂടി റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് അതിന്റെ ഡാറ്റ ടൈപ്പ്. മൂന്നും സ്ട്രിങ് ആണ്. മനസ്സിലായോ കാസ്റ്റിംഗ് എന്താണെന്ന്? നമുക്ക് എന്ത് ഏതിലായിട്ടാണോ മാറ്റേണ്ടത്, ഇപ്പൊ ഇന്റിജറിലായിട്ടാണോ മാറ്റേണ്ടെങ്കിൽ ഇന്റിജർ കൊണ്ട് നമ്മൾ റാപ്പ് ചെയ്യുക, ഫ്ലോട്ടിലായിട്ടാണോ മാറ്റേണ്ടതെങ്കിൽ ഫ്ലോട്ട് കൊണ്ട് റാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ പല ടൈപ്പ് എന്താണ് ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡാറ്റ ടൈപ്സ് ബേസിക് ആയിട്ടുള്ള? ഇന്റിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, സ്ട്രിംഗ് ഉണ്ട്. പക്ഷെ പൈത്തണിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. പൈത്തണിന്റെ അകത്ത് പറഞ്ഞാൽ വേറെ സ്പെസിഫിക് 4 ഡാറ്റ ടൈപ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ലിസ്റ്റ്. അതന്നെ, ലിസ്റ്റ്, ട്യൂപ്പിള്, സെറ്റ്, ഡിക്ഷണറി. അറിയോ അതൊക്കെ? അറിയാം. പറയണോ അത്? വേണ്ട, വേണോ അർജുന? എന്താ വേണോ? ഇല്ല, അറിയാം. അപ്പൊ അടുത്തതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ശരിക്കും ഇവിടെ നിന്ന് പറഞ്ഞ ഫ്ലോ കൺട്രോൾ എന്ന് പറയും. ഇനി പഠിക്കാൻ പോണ കാര്യം നമ്മളെ പ്രോഗ്രാമിന്റെ ഫ്ലോ എങ്ങനെ കൺട്രോൾ ചെയ്യണം. അത് 2 സെക്ഷൻ ഉണ്ട്.
കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇഫ് എൽസ്, പിന്നെ നമ്മുടെ സ്വിച്ച് ഇതിൻ്റെ അകത്തില്ല, സിയുടെ അകത്ത് വരുമ്പോൾ സ്വിച്ച് ഒക്കെ വരും. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോർ ലൂപ്പ്. അപ്പൊ ഇഫ് എൽസ് എങ്ങനെയാ ഉപയോഗിക്കണത്? ഡു വൈൽ ഇതിൻ്റെ അകത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അതിന്റെ യൂസേജ് നമ്മ അധികം വരുന്നില്ല. അപ്പൊ ആദ്യം ഇഫ് ആണ്. ഇഫ് എൽസ് നിങ്ങൾക്ക് ശരിക്കും അറിയാലോ, ബേസിക്. അതെ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ സിയുടെ അകത്ത് എന്തായിരുന്നു നമ്മ ചെയ്യണത്? ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മ എന്ത് ചെയ്യും? ഇവിടെ ഇതിനൊരു ബ്രാക്കറ്റ് ഇട്ടിട്ടല്ലേ ചെയ്യണത്? അല്ലേ, സിയുടെ അകത്ത് അങ്ങനെയല്ലേ ചെയ്യണത്? ഇവിടെ നിക്കേ, ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിലാണ് നമ്മ സീൽ ചെയ്യണത്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് പൈത്തണില് അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മ അതിനവരെ ഉപയോഗിക്കുന്നത് ഇൻഡന്റേഷൻ ആണ്, ഒരു ടാബ് സ്പേസ്. കാരണം ഇഫ് കഴിഞ്ഞിട്ട് ഇഫ് എന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ എന്താണ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇഫ് എന്ന് പറഞ്ഞ സംഭവത്തിന്റെ അത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അകത്തത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു ടാബ് സ്പേസ് ഉപയോഗിക്കും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇഫിന്റെ പുറത്താണെന്ന് അർത്ഥം. ഈ പ്രിന്റ് ഇഫിന്റെ അകത്താണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ടാബ് സ്പേസ് നമ്മൾ. ഓക്കെ, ഇഫിന്റെ ബാക്കി എന്താണ് ഇനിയുള്ളത്? വേറെ എന്താ നമ്മൾ പഠിച്ചേക്കണം ഇഫ് കഴിഞ്ഞിട്ട്? ഇനി ഇഫിന്റെ അകത്ത് എൽസ് ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഈ ഒരു കോളൻ ഇടാൻ മറക്കരുത്, മെയിൻ സിൻടാക്സ് ആണ് ഇതിന്റെ. എൽസ് പ്രിന്റ് എന്തെങ്കിലും കൊടുത്ത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഓക്കെ, ഇനിയിപ്പോ എനിക്കൊരു കണ്ടീഷൻ ഇതിൻ്റെ അകത്ത് ഇടണമെങ്കിൽ, അതായത് ഇപ്പോ ഒരു 2 നമ്പർ തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കാനാണ്. അപ്പൊ ആ 2 നമ്പറിൽ ഏതാണോ ഗ്രേറ്റർ എന്ന് നമുക്ക് എഴുതി കാണിക്കണം. അപ്പൊ നമ്മൾ ഇത്രയും നേരം സാധാരണ എന്തായാലും ഇപ്പൊ കണ്ടത് A=3, ഓട്ടോമാറ്റിക് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ നമ്മ കാര്യം പറയണതാണ്, ഏതാണ് നമ്മുടെ വേരിയബിളിന്റെ വാല്യൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞോട്ടെ. നമുക്ക് എന്ത് ചെയ്യണം? ഡയറക്റ്റ് കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്ത് മേടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒരു വേരിയബിൾ എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ഫംഗ്ഷൻ വിളിക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്താണോ നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണേണ്ടത് അത് എഴുതുക. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. പക്ഷെ ഇങ്ങനെ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സംഭവം ചെയ്യണമെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ വേറെ ഒരു ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? എക്സ് എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിള് സ്ട്രിങ് ആയിട്ട് നമ്മൾ അവര് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സ്ട്രിങ്ങിനെ ഇൻഡിജർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കാസ്റ്റിംഗ്. ഡാറ്റ ടൈപ്പ് ആ നമ്മടെ പറഞ്ഞു കൊടുക്കണം. സ്ട്രിങ്, അതായത് കാസ്റ്റിംഗ് ചെയ്യണം. ഇവിടെ ഇന്ത്യൻ്റെ അത് റാപ്പ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള ഇത് കിട്ടി. അതേപോലെ തന്നെ നമ്മ എന്താണ് രണ്ടാമതൊരു നമ്പറും കൂടി മേടിക്കാനുള്ളത് കൊടുത്തു. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, അല്ല, നമ്മളിപ്പോ നമ്മളിപ്പോ ഇതിങ്ങനെ കൊടുക്കുന്നില്ല, ഇൻപുട്ട് എനർജി ഫസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇതിന്റെ അകത്ത് ഏത് വാല്യൂ അപ്പൊ ഇനീഷ്യലൈസ് ചെയ്യുന്നത്? അതായത് ഡാറ്റ ടൈപ്പ് ആയിട്ട് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണ് ഒരു സ്ട്രിംഗ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. പക്ഷെ സ്ട്രിംഗ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ A+B അങ്ങനത്തെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല. അല്ല, അങ്ങനെ പറ്റൂല. പക്ഷെ സ്ട്രിംഗിൽ കോൺകാറ്റിനേഷൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ 10/2 ചെയ്യാൻ നോക്കണമെങ്കിൽ അത് നടക്കൂല. ഓക്കെ. അല്ല, അതിപ്പം നമ്മളിപ്പോ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം 10 കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ അത് ഇന്റീജർ ആയിട്ട് അത് ഓട്ടോമാറ്റിക് ഐഡന്റിഫൈ ചെയ്യുമല്ലേ? ഇല്ലില്ല, 10 കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്, അത് നമ്മൾ ഡയറക്റ്റ് ഒരു വാല്യൂ കൊടുക്കുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക് എടുക്കുന്നത്. ഇത് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഇൻപുട്ട് ഫംഗ്ഷൻ വഴി കൊടുത്തു കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ടൈപ്പ് ഓഫ്
ഇതിൻ്റെ അകത്ത് ഇൻപുട്ട് വർക്ക് ചെയ്യുന്നത്. ഓരോ കമ്പൈലർ അനുസരിച്ചിരിക്കും, ഓരോ ഇന്റർപ്രറ്റർ അനുസരിച്ചിരിക്കും പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അത് മനസ്സിലായി. അല്ല ഇതിപ്പോ എൻ്റർ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഞാനിപ്പോ എൻ്റർ ചെയ്യുന്നത് പറയുമ്പോൾ 10 എൻ്റർ ചെയ്തെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 10 ആയതുകൊണ്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞില്ലേ മറ്റേത് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ആവും എന്ന് പറഞ്ഞില്ലേ? അതെ, ഇൻപുട്ട് ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ ഡയറക്റ്റ് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആയിട്ട് എടുക്കും. അതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻറ്റ് ഉപയോഗിക്കണം. ഇപ്പൊ അതല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കൊണ്ട് ഒരു ഡയറക്റ്റ് 10 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കും? കണ്ട 10 ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഇപ്പൊ 10.0 കൊടുത്ത അപ്പൊ എന്താ കോഡ? അത് ഫ്ലോട്ടായി മാറി. ഡയറക്റ്റ് നമ്മൾ എന്തോ കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്, അതാണ് ഡൈനാമിക് വേരിയബിൾ എന്ന് പറയുന്നില്ല. ഓട്ടോമാറ്റിക് എന്താണ് ഡാറ്റ ടൈപ്പ് നോക്കി അത് സംഭവം എടുത്തോളും. പക്ഷെ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷന്റെ അകത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഇൻറ്റ് വെച്ച് റാപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആ ഓട്ടോമാറ്റിക് സ്ട്രിങ് ആയിട്ട് എടുക്കും. എന്നിട്ട് ഞാനിപ്പോ എന്താണ് ഇപ്പൊ എക്സ് ഡിവൈഡഡ് പ്രിന്റ് എക്സ് ഡിവൈഡഡ് ബൈ വൈ ചെയ്യാൻ നോക്കണമെന്ന് വിചാരിച്ചു. രണ്ട് ഡാറ്റ ടൈപ്പ് ആണ് ഒന്നാമത്തെ കാര്യം. അൺസപ്പോർട്ടഡ് ഓപ്പറാൻഡ് കണ്ട സ്ട്രിങ്ങും ഇൻറ്റും ആണ്. ഇപ്പൊ ഞാൻ രണ്ടും ഇതിൽ കൊടുത്തെന്ന് വിചാരിച്ചു. സ്ട്രിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം കാണിച്ചു തരാം. ഈ ഓപ്പറാൻഡ് സപ്പോർട്ടഡ് അല്ല സ്ട്രിങ്ങിൽ. കാരണം സ്ട്രിങ്ങിൽ നമുക്ക് ഡിവിഷൻ മൈനസ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പ്ലസ് ഉപയോഗിക്കാം. പ്ലസ് എന്താ സംഭവം? കോൺകാറ്റനേഷൻ ആണ് ശരിക്കും. മനസ്സിലായി. മനസ്സിലായില്ലേ? മനസ്സിലായി. അടുത്ത പറഞ്ഞു. അപ്പൊ നമ്മൾ ഇഫ് എൽസിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോണത്. ഇപ്പൊ 2 നമ്പർ ഞാൻ ഇൻപുട്ട് ചെയ്ത്, അടുത്ത എന്താണ് എനിക്ക് കണ്ടീഷൻ പറഞ്ഞോ? ഇഫ് എൽസിൽ എഴുതാനുള്ള കണ്ടീഷൻ പറ. 2 നമ്പർ ചെക്ക് ചെയ്തിട്ട് അത് ഏതാണോ വലുത് ആ സംഭവം നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. എ ഗ്രേറ്റർ ദാൻ ബി ആണോ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് താഴെ നെക്സ്റ്റ് ലൈനിൽ എൻ്റർ അടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഇടാനുണ്ടോ എനിക്ക്? ഇവിടെ മറ്റേ ഫുൾ കോളൻ കൊടുക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് എഴുതാം. ഹലോ, കേക്കുന്നുണ്ട്. നമ്പർ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യുന്നു. എൽസിനകത്ത് ടാബ് സ്പേസ് ഇട്ടിട്ട് വേണം നീക്കി എഴുതാൻ. പ്രിന്റ് എന്തെന്നാ എഴുതേണ്ടത് ഇവിടെ? നമ്പർ കൊടുക്കുന്നു. കറക്റ്റ് ആണോ ഇത്? അല്ല, മറ്റേ ഇത് മറ്റേ മോൾട്ട് മറ്റേ ഇത് ഡബിൾ കോട്ട്സിലാണ് നമ്മ കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഈ എന്ന് എഴുതണ്ട, ഞാൻ എ അല്ലല്ലോ, നമ്മ എക്സും വൈ അല്ലേ ഉപയോഗിക്കണം. എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇത് എഴുതി കാണിക്കണം. എനിക്ക് നമ്പർ എന്താണ് ആ നമ്പർ എഴുതി കാണിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? അതെ, അതായത് നമ്മ ഇവിടെ എക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കോമ ചേർത്ത് കൊടുക്കും. അപ്പൊ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ആ നമ്പർ എന്താ നമ്മ ടൈപ്പ് ചെയ്യണത് ആ നമ്പർ അവിടെ വന്നോളും. അറിയാം. അടുത്ത കണ്ടീഷൻ കൊടുക്കണേ. അടുത്ത കണ്ടീഷനിൽ തൊട്ട് എല്ലാ കണ്ടീഷനും നമ്മ എക്സ്ട്രാ കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് എൽഇഫ്. എന്തായിരിക്കും അടുത്ത? എന്തായിരിക്കും? ഫുൾ കോളൻ. എൽസിലല്ലേ? എൽഇഫിൽ ഞാൻ അടുത്ത കണ്ടീഷൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? അല്ല, കണ്ടീഷൻ ചെക്ക് ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി അത് വന്നോളും. അല്ലെങ്കിൽ ബി ഗ്രേറ്റസ്റ്റ് ആൻഡ് എ ആണോ? ഇല്ല, എനിക്ക് ഈക്വലിറ്റിയും കൂടി ചെക്ക് ചെയ്യണം.
ഈക്വലും കൂടി ആണോ ചെക്ക് ചെയ്യാനുണ്ട്. ഈക്വലും കൂടെ ആണോ ചെക്ക് ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ബി ആണോ ചെക്ക് ചെയ്യും. എ ഈക്വൽ ടു ബി ആണോ ചെക്ക് ചെയ്യുന്നു. എയും ബി അല്ല, നമ്മൾ എക്സും വൈ അല്ലേ ഇവിടെ ഉപയോഗിക്കുന്നത്. സോറി എക്സ് ഈക്വൽ ടു വൈ ആണോ ചെക്ക് ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു വൈ ആണോ ചെക്ക് ചെയ്യും. എന്നിട്ട് എന്തായിരിക്കും പ്രിന്റ് ചെയ്യാൻ വേണ്ടി പോണത്. ബോത്ത് ആർ ഈക്വൽ എന്ന് പറഞ്ഞു മറ്റേ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ വാല്യൂ എങ്ങനെ പ്രിന്റ് ചെയ്യും. അപ്പം എക്സും വൈയും എന്നിട്ട് ഡബിൾ കോട്സിനുള്ളിൽ അങ്ങനെ നമ്പർ ചെയ്താൽ മതിയോ. ബോത്ത് ആർ ഈക്വൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അതെങ്ങനെ ചെയ്യും ഒന്ന് പറഞ്ഞേ. എക്സ് കോമ വൈ എക്സ് കോമ വൈ കോമ മറ്റേ മുകളിലത്തെ മറ്റേ ഡബിൾ കോട്സ് എന്നിട്ട് ബോത്ത് ആർ ഈക്വൽ. ഓക്കെ, അത് നെക്സ്റ്റ് ലൈനിൽ എലിഫ്. ഇനി നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യണ്ടല്ലോ. ഡയറക്റ്റ് നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. എൽസ് എഴുതിയാൽ മതി നമുക്ക് ഡയറക്റ്റ്. പ്രിന്റിനകത്ത് നമ്മ എന്താണ് സി പഠിച്ചില്ലേ. ഇഫ് അത് കഴിഞ്ഞ് എൽസിഫ് ലാസ്റ്റ് എൽസ്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് എടുക്കണമെങ്കിൽ നമ്മൾ എൽസിഫ് ഉപയോഗിക്കും. അതേപോലത്തെ സംഭവം എൽഇഫ്, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് എടുക്കണമെങ്കിൽ. അറിയാം. ഇവിടെ എന്തായിരിക്കും. ബി കോമ ബി അല്ല വൈ ആണ്. വൈ കോമ നമ്പർ. ഓക്കെ, ഇത് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ആദ്യം 10 കൊടുത്ത്, രണ്ടാമത്തെ 5 കൊടുത്ത്, 10 is greater. ഞാൻ ഒന്നും കൂടി റൺ ചെയ്ത് 10 10 and 10 both are equal. ഓക്കെ, if else മനസ്സിലായില്ലേ. മനസ്സിലായി. അടുത്താണ് വൈൽ ലൂപ്പ്. 2 ടൈപ്പ് ലൂപ്പാണ് പൈത്തണിൽ ഉപയോഗിക്കുന്നത്, വൈലും ഫോറും. അപ്പൊ എങ്ങനെയാണ് ലൂപ്പിങ്ങിന്റെ സിന്റാക്സ് എങ്ങനെയാണ്. വൈൽ ലൂപ്പിന്റെയോ. വൈല് കണ്ടീഷൻ, അതിന്റെ ഉള്ളില് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇനീഷ്യലൈസേഷൻ വേണ്ട. ഇനീഷ്യലൈസേഷൻ വേണം. മറ്റേ നമ്മൾക്ക് യൂസറിനോട് ചോദിക്കാനുള്ളതല്ല. നമ്മ എന്താണ് ഒരു ലൂപ്പ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്, മൾട്ടിപ്പിൾ ടൈം നമ്മ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ഒറ്റൊരു സ്റ്റെപ്പ് നമ്മുടെ യൂസറിന്റെ ഇതനുസരിച്ച് റിപ്പീറ്റഡ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ പിന്നെയും ചെയ്യാൻ വേണ്ടി എന്താണ് ലൂപ്പിംഗ് വേരിയബിൾ ഉപയോഗിക്കും. അപ്പൊ ആ ലൂപ്പിംഗ് വേരിയബിളിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത് ഇൻക്രിമെന്റും ചെയ്യണം. അതാണ് ഇവിടെ ഇനീഷ്യലൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇത് ഇൻക്രിമെന്റേഷൻ. ഇത് എന്താണ്, ഇതെന്താണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കണത്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും എവിടം വരെ പ്രിന്റ് ചെയ്യണമെന്ന്. ഇതാണ് കണ്ടീഷൻ. കണ്ടീഷൻ. ഇത് എന്താണ്, ഇത് ഇനീഷ്യലൈസേഷൻ, ഇത് കണ്ടീഷൻ, ഇത് ഇൻക്രിമെന്റേഷൻ. ഓക്കെ, അപ്പൊ ഇത് നോക്കി ആദ്യം ഞാൻ എന്താണ് 1 തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്ത് ഈ ഐയുടെ അവിടെ എന്താണ് ഇപ്പൊ 1 ആണ് അതിന്റെ വാല്യൂ. അപ്പൊ എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, 1 < 6 ആണോ നോക്കും. ആണോ? അതെ. അപ്പൊ എന്താ കണ്ടീഷൻ ട്രൂ ആയിട്ട് എന്ത് ചെയ്യും, അകത്താട്ട് വരുമ്പോൾ പ്രിന്റ് ആയി എന്നാ പറഞ്ഞേക്കുന്നത്. 1 പ്രിന്റ് ചെയ്യും. എന്നിട്ട് എന്താണ് 1 ഇൻക്രിമെന്റ് ചെയ്യും. പിന്നെയും ഈ ലൂപ്പിന്റെ ഇവിടെ വരും, പിന്നെയും ചെക്ക് ചെയ്യും. അറിയാലോ, ഇതറിയാമോ നിങ്ങൾക്ക്? ഇതറിയാം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് റിവേഴ്സിൽ പ്രിന്റ് ചെയ്യണം, 10 നിന്ന് 0 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ലൂപ്പില്
മറ്റേ ഇൻക്രിമെന്റിങ് വന്ന് കൊടുത്തിരിക്കുക. ഓക്കെ, ഐ എന്ന് പറയുന്നത് 10 ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് വൈൽ കണ്ടീഷൻ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡിക്ലെയർ ചെയ്ത് ഐ ഗ്രേറ്റർ ദാൻ 0 ആണ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ജസ്റ്റ് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഐ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഓക്കെ. അതിനുശേഷം പിന്നെ ഡിക്രിമെന്റിംഗ് ഓപ്പറേഷൻ ഐ മൈനസ് കൊടുക്കും. മൈനസ് കൊടുക്കണം. ഐ മൈനസ് കൊടുത്താൽ പോരെ? മൈനസ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും നിങ്ങൾ ഈ ഓപ്പറേറ്റർ പഠിച്ചിട്ടില്ല? ഉണ്ട്, ഇങ്ങനെ എല്ലായിടത്തും പൈത്തണിൽ ഇങ്ങനെയാണ്. പൈത്തണിൽ മൈനസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഐ മൈനസ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെ ചെയ്താലും മതി. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഈക്വൽ ടു ഐ മൈനസ് 1 എന്ന അർത്ഥം ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ. മനസ്സിലായി. അപ്പൊ എഴുതിയേക്കണത് കറക്റ്റ് ആണോ? ഇതിൽ കൊടുത്തിരിക്കുന്നത്? അതെ. ഇവിടെ 2 വരെയല്ലേ പ്രിന്റ് ചെയ്തോളൂ? എവിടെ? ഇവിടെ സൈഡിൽ നോക്കിക്കോ. 10 തൊട്ട് 2 ആണ്. എനിക്ക് 10 തൊട്ട് 0 വരെയാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഇല്ല, മറ്റേ ഇപ്പോഴും മറ്റേ സ്ക്രീൻ കാണുന്നതെന്ന് പറയുന്നത് മറ്റേ ഇതിന്റെ ആ വെബ്സൈറ്റിന്റെ ആണോ? സോറി. ഇപ്പൊ ലോഡായി. ഗ്രേറ്റർ ദാൻ 10, 9, 8, 7 1 വരെ ആയി. ആ ഈക്വൽ ടു കൂടെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ 1 വരെ വേണമെങ്കിൽ. എനിക്ക് 0 വരെയാണ് വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? 0 കൊടുത്താൽ മതി. 1 മാറ്റിയിട്ട് കണ്ടീഷൻ 1 മാറ്റിയിട്ട് 0 എടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ഐ മൈനസ് 1. ഇതാണ് ശരിക്കും ഈ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാകുമ്പോ അത് വേറെ രീതിയിൽ തന്നെയാണ് ഇത്. ഓക്കെ, ഐ ഈക്വൽ ടു ഞാൻ അപ്പുറത്തിട്ട് പോയി. അതാണ് പറ്റിയത്. അത് മാറ്റിയാ മതി. ഓക്കെ, അപ്പൊ വൈൽ ലൂപ്പ് മനസ്സിലായില്ലേ? അറിയാം. പ്രോഗ്രാംസ് എവിടെ യൂസ് ചെയ്യുന്ന? പ്രോഗ്രാംസ് ഒബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കൺവേർട്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. മനസ്സിലായില്ല? അല്ല, ഇപ്പൊ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് പൈത്തന്റെ ബേസിക്സ് പ്രോഗ്രാംസ് അല്ലേ കവർ ചെയ്യുന്നത്? അതെ. അല്ല, അപ്പൊ ഇന്ന് മൊത്തം പറയുന്നുണ്ടോ പ്രൊജക്ടിന്റെ ബേസ് ചെയ്തിട്ട്? ഇല്ല, ഇന്ന് ഞാൻ എന്താണ് പൈത്തൺ മാത്രമാണ് എടുക്കുന്നത്. പൈത്തന്റെ ക്ലാസ് മാത്രമോ? ആ. അല്ല, ഞങ്ങളുടെ ചെയ്ത് കഴിഞ്ഞോ പ്രൊജക്ട്? പ്രൊജക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അല്ല, അതെപ്പോഴും ഞങ്ങക്ക് തരുന്നത്? എന്താണ് ഓഫീസിൽ വെച്ചേക്കണേണ്. കാരണം ആ സെൻസർ അടിച്ചടിച്ചു പോണ്ട്. അപ്പൊ ഞാൻ പുതിയ സെൻസർ സോൾഡർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളത്. അപ്പൊ അത് നാളെ എടുത്ത് ഞാൻ അയച്ചു തരും അങ്ങാട്. ഓക്കെ. അല്ല, ഞങ്ങള് വേറെ അതിന് ഫണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ. എന്താണ് നിങ്ങളുടെ കോഡിൽ ലാസ്റ്റ് കോഡിൽ ചെറിയൊരു മാറ്റമുണ്ട്. അത് ഞാൻ ഇപ്പൊ അയച്ചു തന്നോ ആ കോഡ്? ഇപ്പം ആ കോഡ് അയച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, വേണ്ട. അത് ലാസ്റ്റ് തരുമ്പോ ഒന്നും കൂടെ ആയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. കോഡ് അയച്ചു തന്നിട്ട് ഞങ്ങളിപ്പോ നോക്കുന്നില്ല എന്തായാലും. അല്ല, കുറച്ച് ഡൗട്ട് ഒക്കെ ഉണ്ട്. അത് ലാസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി. ഓക്കെ. ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് വേറെ 3 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്, പിന്നെ ജമ്പ് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ജമ്പ് നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. മെയിൻ ആയിട്ട് നമ്മൾ പറയണത് ബ്രേക്കും കണ്ടിന്യൂ മാത്രമാണ് നമ്മൾ പറയണത്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് കയറണം. ആ ഒരു കണ്ടീഷൻ മാറ്റിയിട്ട്. അതെ. കണ്ടിന്യൂ എന്ന് പറയുമ്പോഴോ? കണ്ടിന്യൂ ചെയ്യണം. ജസ്റ്റ് അത് യൂസ് ചെയ്യാറില്ല, ഞങ്ങൾ യൂസ് ചെയ്യാറില്ല.
അല്ല നമ്മളിപ്പോ യൂസ് ചെയ്യുന്നുണ്ടോ? കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും ഒക്കെ ആവശ്യമുള്ളതാണോ? അപ്പൊ നമ്മൾ ശരിക്കും ഒരു പ്രൊജക്ട് ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പ്രോഗ്രാം നമുക്ക് ഇപ്പൊ റൺ ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാം നമുക്ക് നിർത്തണമല്ലോ. ഇടയ്ക്ക് വെച്ച് നമുക്ക് അതിനുവേണ്ടി നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്താൻ വേണ്ടി ബ്രേക്ക് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടിന്യൂഡ് ആവശ്യം വന്നില്ല. കണ്ടിന്യൂ എന്താ വരുന്നില്ല. ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഐട്രേഷൻ ലൂപ്പിന്റെ തുടങ്ങണമെങ്കിൽ ആ ഒരു ഐട്രേഷനെ സ്കിപ്പ് ചെയ്യും, എന്നിട്ട് അടുത്ത ഐട്രേഷൻ തുടങ്ങും. മനസ്സിലായി. ഇതൊരു എക്സാമ്പിൾ ആണ്. ഐ എന്ന് പറഞ്ഞ 3 എന്ന് പറഞ്ഞ ഒരു വാല്യൂ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. അവിടെ വെച്ച് നമ്മുടെ ലൂപ്പ് എൻഡ് ചെയ്യണം. അതാണ് ഇവിടെ കൊടുത്തേക്കണം. ശരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് മാത്രമേ പ്രിന്റ് ചെയ്യത്തുള്ളൂ. 1 മാത്രമേ പ്രിന്റ് ആവുള്ളൂ. വൺ മാത്രമേ പ്രിന്റ് ആകത്തുള്ളൂ. മറ്റേ വീണ്ടും ഇൻക്രിമെന്റിങ് അവിടെ നടക്കുന്നില്ലല്ലോ. ഇവിടെ ഉണ്ടല്ലോ. അല്ല, ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കളഞ്ഞ എന്തുവായിരുന്നു? കളഞ്ഞത് നമ്മൾ ഇതാ കളഞ്ഞത്. അത് വേണ്ടാത്ത സാധനം. ഓക്കെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഇതിപ്പം 1 തൊട്ട് 3 വരെ പ്രിന്റ് ആയി. 1 തൊട്ട് 3 വരെ പ്രിന്റ് ആവുള്ളൂ. ഇതിന്റെ ആൻസർ ഈ സ്ക്രീനിൽ കാണുന്നതിന്റെ ആൻസർ എന്താ? സോറി 1 തൊട്ട് ലെസ് ദാൻ 6 ആണോ നോക്കുന്നത്? ഓക്കെ, 5 വരെ പ്രിന്റ് ആവും. 1 തൊട്ട് 5 വരെ പ്രിന്റ് ആവും. പക്ഷെ നമ്മൾ എടുത്തു കളഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പറ്റണത്? i = 3 ആണ് നോക്കുന്നത്. ബ്രേക്ക് ചെയ്യണം. 3 വരാൻ ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് വരുമ്പോ പിന്നെ അതിന്റെ വാല്യൂ 3 ആയി കഴിയുമ്പോ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് കളയും. പിന്നെ എക്സിറ്റ് ആവും ആ ലൂപ്പിൽ നിന്ന്. ഇപ്പൊ ഞാൻ ഈ ഒരു പ്രിന്റ് ആയി എടുത്തിട്ട് ഞാൻ ഇതിന്റെ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വ്യത്യാസം വരാൻ പോണത്? ഇവിടെ കൊടുത്ത് എന്തായിരിക്കും വ്യത്യാസം വരാൻ പോണത്? അവിടെ കൊടുത്തു കഴിഞ്ഞാല് 2 മുതൽ പ്രിന്റ് ആയിട്ട് ആൻസർ എന്തായിരിക്കും? 2 3 ആണെന്ന് തോന്നുന്നു. ഒന്നും വരൂല. 1 വരത്തില്ല. എന്തുകൊണ്ട്? അവിടെ ഇൻക്രിമെന്റിന് ശേഷം കഴിഞ്ഞിട്ടാ അതിന്റെ വാല്യൂ 1 കൂടിയിട്ടാണ് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. 2 3 വന്നു. ഓക്കെ. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? നമ്മുടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് ഫുൾ ലൂപ്പിന് എങ്ങനെ അത് എക്സിറ്റ് ആവുന്നത്? ആ ഒരു കണ്ടീഷനെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് കളയണം. അവിടെ നിന്ന് ഈ i = 3 ആകുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്, അതായത് ആദ്യം കിടക്കുന്ന മെയിൻ ലൂപ്പിന്റെ കണ്ടീഷൻ തെറ്റായി. അപ്പൊ ആ ലൂപ്പ് ഡയറക്റ്റ് ആ ലൂപ്പിൽ തന്നെ എക്സിറ്റ് ആവുന്നു. അതെ. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യണത്. കണ്ട, i = 3 തന്നെയാണെങ്കിൽ എന്താണ് കണ്ടിന്യൂ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ആൻസർ നോക്കിക്കേ. 1 തൊട്ട് 6 വരെ തന്നെ പ്രിന്റ് ആയി. 1 തൊട്ട് 6 വരെ പ്രിന്റ് ആയി. പക്ഷെ 3 പ്രിന്റ് ആയി. കണ്ടിന്യൂ. അതായത് ആ ഒരു i3 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ വരൂല, ആ ഒരു ഐട്രേഷൻ വരൂലേ? അപ്പൊ ആ 3 എന്ന് പറഞ്ഞ വാല്യൂ ആ ഒരു ഐട്രേഷൻ സ്കിപ്പ് ചെയ്ത് കളയും. അതാണ് കണ്ടിന്യൂ ചെയ്യണത്. മനസ്സിലായി. ബാക്കി 4 വരുമ്പോ ഒരു കുഴപ്പമില്ല, 5 വരുമ്പോ കുഴപ്പമില്ല, 6 വരുമ്പോ കുഴപ്പമില്ല. 3 എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ വരുമ്പോ ആ ഒരു ഐട്രേഷൻ ഫുൾ സ്കിപ്പ് ചെയ്ത് കളയും. ഓക്കെ. അടുത്താണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതെന്താണ് ഈ കൊടുത്തേക്കണത്? ഇതെന്ത് ഡാറ്റ ടൈപ്പാണ്? ലിസ്റ്റ് ആണ് കൊടുത്തേക്കണത്.
അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, ഇതാണ് ശരിക്കും അതിന്റെ സിന്റാക്സ്. അതായത് ഒരു ലൂപ്പിംഗ് വേരിയബിൾ കൊടുത്ത് എന്നിട്ട് എന്തിൽ കൂടിയാണോ ഞാൻ ലൂപ്പ് ചെയ്യേണ്ടത് ആ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. അതായത് എക്സ് ഇൻ ഫ്രൂട്ട്സ് എന്നിട്ട് പ്രിന്റ് എക്സ് കൊടുക്കുമ്പോ എന്താണ് ഓരോന്നും പ്രിന്റ് അതെ അതെ അതെ. അപ്പൊ അതിന് പകരം ഞാനിപ്പോ ഇങ്ങനെ കൊടുത്ത് എന്ത് സംഭവിക്കും? കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ഫ്രൂട്ടിലേക്ക് ഡയറക്റ്റ് വാല്യൂ അസൈൻ ചെയ്ത് വെക്കും, ആപ്പിൾ എന്ന് പറഞ്ഞ. അതെ. എന്നിട്ട് ഫ്രൂട്ട് ഒന്നും പ്രിന്റ് ആകത്തില്ല, എറർ കാണിക്കും. എറർ കാണിക്കും. അതെങ്ങനെ? സോറി ഓരോന്നിനും ഓരോ ക്യാരക്ടേഴ്സിന് ഓരോ ഇതായിട്ട്. ഓരോ ക്യാരക്ടറിൽ കൂടിയും ലൂപ്പ് ചെയ്ത് അത് പ്രിന്റ് ചെയ്യും. ഓക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി. അറിയാവുന്ന ഇത് ഞങ്ങൾ മറന്നുപോയത് ഫസ്റ്റ് ഇയർ പഠിച്ചേ. അപ്പൊ ഇതിന്റെ അകത്തും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റും വന്നത് പറയണോ? വേണ്ട, മറ്റേ ക്ലിയർ ആയിരുന്നു അത് ഓൾറെഡി. അപ്പൊ അടുത്തതാണ് പൈത്തണിലെ ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഇതാണ് സിന്റാക്സ്. അതായത് ഫങ്ഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ 2 സ്റ്റെപ്പാണ് ഉള്ളത്. ക്രിയേറ്റിംഗ് എ ഫങ്ഷനും കോളിംഗ് എ ഫങ്ഷനും. ഇതാണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ്. ഡെഫ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഫംഗ്ഷന്റെ പേര് കൊടുക്കും, പാരാന്തസിസ്, ഫുൾ കോളൻ. അത് കഴിഞ്ഞ് ഒരു ടാബ് സ്പേസ് മാറിയിട്ട് ആ ഫംഗ്ഷന്റെ അത് എന്തൊക്കെയാണ് എഴുതേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ എഴുതും. അത് കഴിഞ്ഞ് ഈ ഒരു ഫംഗ്ഷൻ വിളിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പേര് മാത്രം വെറുതെ വിളിച്ചു കൊടുത്താൽ മതി. പ്രിന്റ് ആയിക്കോളും. ഓക്കെ, അറിയാലോ അത്? അറിയാം. അപ്പൊ ഒരു ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണമെങ്കിൽ അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഈ ഒരു എക്സാമ്പിളിന്റെ? ഇമെയില് റെഫറൻസ് എന്ന് പറഞ്ഞ പ്രിന്റ് ആവും. പിന്നെ ടോബിയാസ് റെഫറൻസ് എന്ന് പറയുമ്പോൾ പിന്നെ റെഫറൻസ് എന്ന് പറഞ്ഞ പ്രിന്റ് ആവും. ഇതിന്റെ റൂൾസ് അറിയാലോ ഈ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണതിന്റെ? ഇപ്പൊ ഞാനിവിടെ എഫ് നെയിമും എൽ നെയിമും ഇട്ടിരുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ നോക്കി എന്ത് പറ്റും? എറർ വരുമോ? എന്തായിരിക്കും ആ റൂൾ? എന്താണ്? ഞാൻ ഇവിടെ എൽ നെയിം എന്നും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ മറ്റേ ഇതിന്റെ അവിടെ ഡിക്ലറേഷൻ 2 കൊടുത്തില്ലേലും പ്രിന്റ് ആകുമെന്ന് തോന്നുന്നു. ഇല്ല, കാരണം എന്താണ്? ഇവിടെ നിന്ന് നമ്മൾ 1 അയക്കണുള്ളൂ. പക്ഷെ ഈ ഫംഗ്ഷൻ എന്താണ് 2 പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറയും? അവിടെ എറർ കാണിക്കും. ഇതണ്ട മിസ്സിംഗ് 1 റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെന്റ്. മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഞാൻ നേരെ തിരിച്ചു ചെയ്യണമെങ്കിലോ, ഇവിടെ നിന്ന് ഞാൻ എമില് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വേറെ ഒരെണ്ണം അയക്കണേ, എറർ കാണിക്കും. അത് ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫസ്റ്റ് ഫംഗ്ഷൻ എറർ കാണിക്കും, പക്ഷെ 2-3 എക്സിക്യൂട്ട് ചെയ്യും. ടോബിയാസും ഡ്യൂനാസും എക്സിക്യൂട്ട് ചെയ്യും. ഇല്ല, ആദ്യം തന്നെ എറർ കാണിക്കും. കാരണം ലൈൻ ബൈ ലൈൻ ആണല്ലോ എക്സിക്യൂഷൻ. ഇവിടെ എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ അടിയിലായിട്ട് എക്സിക്യൂട്ട് ആവൂല. ഇവിടെ കണ്ടോ, ടേക്സ് 1 പൊസിഷണൽ ആർഗ്യുമെന്റ് 2 were given. 1 എടുക്കോളൂ, പക്ഷെ നമ്മ 2 പാസ് ചെയ്ത് വിടണം. മനസ്സിലായി. അടുത്താണ് അറേ എന്ന് പറയുന്നത്. അറേ അറിയോ? അറേ അറിയില്ല, അതൊന്ന് പറഞ്ഞേക്കാം. അത് ടച്ച് വിട്ട് കിടക്കുക. ഇവിടെ അറേ എന്ന് പറഞ്ഞൊരു ഇതില്ലല്ലോ. ഇവിടെ ലിസ്റ്റ്, ടപ്പിള് അങ്ങനത്തെ ഇതല്ലേ ഉള്ളേ? അതെ, അതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. നമ്മ എങ്ങനെ അറേയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ പഠിക്കണം. അതൊന്ന് പറഞ്ഞേക്കാം.
അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്കുള്ളൂ. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് പൈത്തൺ, കാണുന്നില്ലേ പേജ്? കാണാം. പൈത്തൺ ഡസ് നോട്ട് ഹാവ് ബിൽഡ് ഇൻ സപ്പോർട്ട് ഫോർ അറേ. അപ്പൊ നമ്മ എന്ത് ചെയ്യും? ഒരു ലൈബ്രറി നമ്മ ഇമ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്താണ് അറേ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോണത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലൈബ്രറിയാണ് numpy എന്ന് പറഞ്ഞ ലൈബ്രറി. അപ്പൊ ഇത് അങ്ങനെയാണ്, ഇതൊരു എക്സ്റ്റേണൽ ലൈബ്രറിയാണ് അല്ലെ? അപ്പൊ ഇത് നമുക്ക് നമ്മുടെ കോഡിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ എടുക്കേണ്ടി വരും. numpy എന്ന് പറയുന്നത് ഒരു ബിൽറ്റ് ഇൻ ലൈബ്രറി അല്ലേ? അതെ. അപ്പൊ അത് നമ്മൾ എന്താണ് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ സിസ്റ്റത്തിലാണ്. അപ്പൊ അത് നമ്മ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കും. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ പിപ്പ് ഇൻസ്റ്റാൾ numpy. ഇതിപ്പോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നോണ്ട് എന്താണ് റിക്വയർമെന്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്. മനസ്സിലായി. ഓക്കെ, ശരിക്കും നമ്മുടെ കോഡിന്റെ അകത്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ലൈബ്രറീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കോഡിന്റെ അകത്ത്. അപ്പൊ ഇതിങ്ങനത്തെ കുറെ ലൈബ്രറീസ് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യണം. IMUtils, ArcParse, ടൈം ഓൾറെഡി വരും, OpenCV, PyTTX, Twilo, ത്രെഡിങ്, പിന്നെ നമ്മുടെ ആർഡിനോടെ സീരിയൽ മോണിറ്റർ ആക്സസ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ കോഡ് കേട്ടോ. ഈ ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതെ. അപ്പൊ ഈ ലൈബ്രറീസ് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യം. അപ്പൊ ഓരോന്നും വെച്ചായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ചിലത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇപ്പൊ OpenCV ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ CV2 എന്ന് പറഞ്ഞ OpenCV ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി numpy അതിന്റെ അകത്ത് ഉണ്ടാവും. അങ്ങനെ ചിലത് ഇന്റർ കണക്ട് ആയിട്ട് കിടക്കുന്നുണ്ട്. ചിലത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓൾറെഡി അതും കൂടി കയറി. അല്ല, കമാൻഡ് പ്രോംപ്റ്റില് നമ്മളിപ്പം ചുമ്മാ ഡയറക്റ്റ് അങ്ങനെ ഏത് പാത്തിലേക്കൊന്നും കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് CMD കയറിയിട്ട് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം. നമ്മൾ ആഡ് ടു പാത്ത് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്തില്ല, അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ഇവിടെ പിപ്പ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫോൾഡർ, ഞാനിപ്പോൾ വേറെ എവിടെയെങ്കിലും ലോക്കൽ ഡിസ്ക് പോയിട്ട് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ നോക്കിയാലും എനിക്ക് ഈ എല്ലാ ലൈബ്രറീസ് അവിടെ നിന്ന് ആക്സസ് ആവും. മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണ് അപ്പൊ നമ്മൾ numpy എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു അറേ എന്ന് പറഞ്ഞ സംഭവം എന്താണ്? അറേ എന്ന് പറയുന്നത് numpy യൂസ് ചെയ്തിട്ട് ചെയ്യാം. അറേ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പെസിഫിക് ആയിട്ട് അറേ എന്ന് പറയുമ്പോൾ ഒരുപാട് കളക്ഷൻ, അതായത് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് അറേക്കകത്ത് സ്റ്റോർ ചെയ്യാം. അത് വേരിയബിളിന്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂല. വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്തൊക്കെ ഡാറ്റ ടൈപ്പ് ആയിരിക്കും? എനിക്ക് ഒരു ഇൻറ്റും ഫ്ലോട്ടും ഇതും കൂടി ചെയ്യാൻ പറ്റും എനിക്ക് ലിസ്റ്റിനകത്തോ? ലിസ്റ്റിന്റെ അകത്തല്ല, അറേയുടെ അകത്ത്. അറേയുടെ അകത്ത് പറ്റത്തില്ല, പക്ഷെ ലിസ്റ്റിനകത്ത് പറ്റും. അങ്ങനല്ലേ? പറ്റോ? കോഡ് എവിടെ കാണിച്ചു? കോഡൊന്ന് കാണിച്ചു. കോഡ് ഇതാണ്, ഞാൻ വെറുതെ ഒരു സംഭവം എഴുതിയേക്കണത്. ഇതിനകത്ത് വേറെ ഡാറ്റ ടൈപ്പ് എനിക്ക് ഉപയോഗിക്കാമെന്നാണ് പറയണത്. ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഇടാം, പ്രിന്റ് ആവും, എല്ലാം പ്രിന്റ് ആവും. പക്ഷേ എനിക്ക് ഇപ്പൊ ഞാനൊരു അറയാക്കി മാറ്റണമെങ്കിൽ ഇത് അപ്പൊ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഇതിപ്പോ ഒരു ലിസ്റ്റ് അല്ലേ? ഇത് കാർസ് എന്ന് പറയുന്നത് എന്താ? ലിസ്റ്റ് ആണ്. ഞാൻ ഇതിനൊരു numpy ആക്കി മാറ്റാൻ വേണ്ടി പോണേ, അതായത് ഒരു അറയാക്കി മാറ്റാൻ വേണ്ടി പോണേ. അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ?
അറിയില്ല. കാരണം വർക്ക് ചെയ്യില്ല. കാരണം എന്താണ്, ഒറ്റ ഡാറ്റ ടൈപ്പ് ഉള്ള വേരിയബിൾ എന്താണ് ഡാറ്റാസ് ആയിരിക്കണം നമ്മൾ അറേയുടെ അകത്ത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. മറ്റേ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടോ? ആ അല്ല, പക്ഷെ ഇപ്പൊ നമ്മള് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അങ്ങനെയായിരുന്നു. ഞാൻ എഴുതുന്നുണ്ട് അത്. അത് നംപൈയുടെ അകത്ത് വെറുതെ കവർ ചെയ്യണം. നമ്പൈക്കകത്ത് ജസ്റ്റ് നമ്മ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം നംപൈ. അത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നംപൈ ഓഫ് കാർസ് കൊടുത്താൽ മതി. ഓക്കെ. മനസ്സിലായി. അതൊക്കെ. അപ്പൊ ഒരു എലമെന്റ് എങ്ങനെയാണ് അറിയുന്ന ആക്സസ് ചെയ്യണമെന്ന് അത് നമ്മൾ ലിസ്റ്റിൽ പഠിച്ചിട്ടുള്ളതല്ലേ, എങ്ങനെയാണ് ആക്സസ് ചെയ്യണമെന്ന്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത്. നമുക്ക് നമ്മുടെ ഇൻഡെക്സ് വാല്യൂ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാം. അല്ല, ഇവിടെ പൈത്തണിനകത്ത് പോകുമ്പോൾ അറേ യൂസ് ചെയ്യാൻ പറ്റും. ഈ നമ്പർ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അറേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അറേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്പർ യൂസ് ചെയ്യുന്നത്. അതെ. ഓക്കെ. അപ്പൊ ഒരു അറേയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി len എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് അറേയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുണ്ടോ, ഇതൊരു അറേ ആണ്. അറേയുടെ len ഓഫ് അറേയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് ആ ഒരു അറേയുടെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കിട്ടും. അതാണ് 3 എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്. മനസ്സിലായി. ബാക്കി ഒരു അറേ കൂടി എങ്ങനെ ലൂപ്പ് ചെയ്യണം, അതെല്ലാം ലിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അറേയിലും വന്നത്. ഓക്കെ. അടുത്തതാണ് ക്ലാസും ഒബ്ജക്ട്സും. ക്ലാസും ഒബ്ജക്ട്സും അറിയോ? ക്ലാസ് ഒബ്ജക്ട്സും ക്ലാസ് എന്ന് പറയുന്നത് മറ്റേ കോൺസെപ്റ്റ് അല്ലേ ഇവിടെയും യൂസ് അതെ. ഇവിടത്തെ അത് തന്നെ ഇവിടെ. അതൊന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞേക്കത് പെട്ടെന്ന് ഓടിച്ചു. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണത് പോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു ക്രിയേറ്റ് ക്ലാസ് ഉണ്ട്, ക്രിയേറ്റ് ഒബ്ജക്റ്റും ഉണ്ട് ഇവിടെ. ഓക്കെ. അത് ഞാൻ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് എന്റെ ക്ലാസിന്റെ പേര് ഞാൻ പറയും. അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞ് ഈ ഒരു ക്ലാസിന്റെ റെഫറൻസ് ആയിട്ട് നമ്മൊരു ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് P1 = എന്റെ ക്ലാസിന്റെ പേര് ഞാൻ അവിടെ കൊടുക്കും. അപ്പൊ എനിക്ക് ഈ 5 എന്ന് പറഞ്ഞ കാണുന്നില്ല. അയ്യോ സോറി കേട്ടോ. ഇതുണ്ടോ, ആദ്യം ക്രിയേറ്റ് ക്ലാസ്. അതിൽ ഞാൻ എന്ത് ചെയ്യും, ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡ് ഞാൻ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക, ക്ലാസിന്റെ പേര് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി. അത് കഴിഞ്ഞ് ഇതിന് റെഫറൻസ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിന് റെഫറൻസ് ആയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ്സിലെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ഞാൻ എഴുതും. ആ വേരിയബിൾ ഈക്വൽ ടു എന്റെ ക്ലാസിന്റെ പേര് കൊടുത്ത്. അപ്പൊ എന്താ പറ്റി, ഈ ക്ലാസിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും എന്റെ ഈ വേരിയബിളിന്റെ അകത്ത് വന്നു. ഈ P1 എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. അറിയാം. അപ്പൊ P1.x എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? വാല്യൂ എനിക്ക് ഇവിടെ പ്രിന്റ് ആവും. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബ്ലൂ പ്രിന്റിന്റെ കോൺസെപ്റ്റ് ആണ് ശരിക്കും. അതായത് ഞാനിപ്പോ ഒരു കാർ ഉണ്ടാക്കാൻ പോണേണ്. അപ്പൊ ആ കാറിന് ആവശ്യമായിട്ടുള്ള എന്താണ്, ഹലോ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കാർ ഉണ്ടാക്കാൻ വേണ്ടി പോണെന്ന് വിചാരിച്ചു. അപ്പൊ ആ കാറിന് എന്തായിരിക്കും ബ്ലൂ പ്രിന്റ് അകത്ത് എന്തൊക്കെ ഉണ്ടാകും? അതിന്റെ പാർട്സ് അല്ല. ഒരു ബേസിക് മോഡൽ കാറാകുമ്പോ എന്തായിരിക്കും, 4 ഡോറ്, 4 ടയർ. ആ ഒരു ബേസിക് മോഡലായിരിക്കും അതിന്റെ ബ്ലൂ പ്രിന്റ്. ഈ ഒരു ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് തന്നെ എനിക്ക് പല രീതിയിലുള്ള കാർ ഉണ്ടാക്കാം. ഈ ബ്ലൂ പ്രിന്റ് ആണ് നമ്മുടെ ക്ലാസ്. മനസ്സിലായി. ഈ ഒരു ക്ലാസ് ഉപയോഗിച്ച് എനിക്ക് പല ടൈപ്പ് കാർ ഉണ്ടാക്കാം. പല ടൈപ്പ് ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അടുത്തതാണ്
ട്രൈ എക്സെപ്റ്റ്. അതെന്തുവാ? ട്രൈ ക്യാച്ച് എന്ന് പറയൂ ഇതിനെ. ഇതൊന്ന് വായിച്ചു നോക്കിയേ. The try block ബ്ലോക്ക് ഓഫ് for errors. അതായത് നമ്മൾ എന്താണ് ഇതണ്ട ഇവിടെ എന്താ ട്രൈ എന്ന് പറഞ്ഞ ഞാൻ കൊടുത്ത്, എന്നിട്ട് എന്ത് ചെയ്യും, ഇത്രയും ഈ ട്രൈയുടെ അകത്ത് തന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ ഇവിടെ എഴുതണമെന്ന് വിചാരിച്ചു. ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് എല്ലാത്തിന്റെ അകത്തും വല്ല എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എറർ ഉണ്ടാവുന്ന ഉള്ളടത്ത് ചെക്ക് ചെയ്തിട്ട് എറർ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും എറർ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എക്സെപ്റ്റ് ഉപയോഗിക്കുന്നത്. ട്രൈ ക്യാച്ച് അതായത് ഒരു എറർ വന്നാൽ തന്നെ പിന്നെയും അത് തന്നെ ചെക്ക് ചെയ്ത് പിന്നെയും നോക്കും. അതിനുവേണ്ടിയാണ് ട്രൈ ക്യാച്ച് ഉപയോഗിക്കുന്നത്. ട്രൈക്കകത്ത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാല് എറർ തന്നെയല്ല, നമ്മുടെ കോഡ് ഇത്രയും കൂടി സ്റ്റാൻഡേർഡ് രീതിയാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായി. അപ്പൊ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്താണെന്ന് ചെക്ക് ചെയ്യും, എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എറർ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും എറർ എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കും. അതിനുവേണ്ടിയാണ് ട്രൈ ക്യാച്ച്. ഇത് നമ്മള് ഇതെങ്ങനെ അപ്പൊ അത് കോഡിലേക്ക് എങ്ങനെ നമ്മളിത് കൊടുക്കുന്നത്? കോഡിന്റെ അകത്ത് നമ്മൾ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രൈ ക്യാച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഉണ്ട്. ഓക്കെ, കാണിച്ചുതരാം. കണ്ടോ ഇവിടെ? നോക്കട്ടെ. ട്രൈ ക്യാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആർഡിനോന്ന് മെസ്സേജ് ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ് സീരിയൽ മോണിറ്ററിങ്. അപ്പൊ എന്താണ് ഇതാണ് ആ സീരിയൽ മോണിറ്ററിങ് എടുക്കണ സംഭവം. സീരിയൽ മോണിറ്ററിങ് മെസ്സേജ് എടുത്തിട്ട് ആ മെസ്സേജ് എന്താണെന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കോഡ് റൺ ചെയ്യണ സമയത്ത് ആർഡിനോന്ന് ഒരു മെസ്സേജും വന്നില്ലെങ്കിൽ നമ്മ എന്ത് ചെയ്യും, ഈ ഒരു സംഭവം പിന്നെ നടക്കൂല. എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അടിയിലാട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ കോഡ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യണം, ഇത് എപ്പോഴും ചെക്ക് ചെയ്തോണ്ടിരിക്കണം. അതാണ് ഈ ട്രൈ ക്യാച്ച് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇതിവിടെ ഈ ഒരു സംഭവം വർക്ക് ചെയ്യണില്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ ഇവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെയും ഇവിടെ പോയി ഈ ഒരു പിന്നെയും ഇവിടെ പോയി ചെക്ക് ചെയ്യും, പിന്നെയും ഇവിടെ വരും. അതാണ് ട്രൈ ക്യാച്ച് ചെയ്യണത്. ഈ കോഡിന് ട്രൈ ക്യാച്ച് ചെയ്യുന്നതിന്റെ ഇപ്പൊ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഈ ഒരു കോഡിനകത്ത് എന്ന് പറയുമ്പോൾ അഡിനോ പറയുന്നത് മറ്റേ ആ ഒരു ബോർഡ് മറ്റേ എല്ലാം ഉള്ള അത് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ള മെസ്സേജ് കാണിക്കാനാണ്. റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പം അതിന്റെ എറർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ക്യാച്ച് യൂസ് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ എറർ ഓൾറെഡി വരും. അതല്ല, ഇത് നമ്മളിപ്പോ കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർഡിനോന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് എത്തണില്ല. ചിലപ്പോ ആർഡിനോയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കാം, നമ്മ അവിടെ എഴുതിയ കോഡിലെ കംപ്ലൈന്റ് ആയിരിക്കാം. അപ്പൊ അത് നമുക്ക് ഇവിടെ മനസ്സിലാവണില്ല എന്താ സംഭവം എന്നുള്ളത്. ആ ഒരു കാര്യവും ചെക്ക് ചെയ്യണം. അതല്ലാണ്ട് ഇപ്പൊ ആർഡിനോന്ന് ഒരു മെസ്സേജും വന്നില്ലെന്ന് വിചാരിച്ചു, അപ്പൊ എന്തായി, ഓട്ടോമാറ്റിക് ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായും എക്സിറ്റ് ചെയ്ത്, ഇപ്പൊ ഒന്നും വന്നില്ലെങ്കിൽ നേരെ എക്സിറ്റ് ചെയ്ത് പിന്നെ ഇതിലാട്ട് പോകും, അടിയിലാട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കത് പാടില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഇടയ്ക്കിടക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കണം. മനസ്സിലായി. അതിനാണ് ട്രൈ ക്യാച്ച് ഉപയോഗിക്കുന്നത്. നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഒരു എറർ വന്നാൽ തന്നെ ആ എറർ എന്താണ് ഡിസ്പ്ലേ ചെയ്തിട്ട് പിന്നെയും ആ ഒരു സെറ്റ് ഓഫ് കോഡ് പിന്നെയും എന്താണ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ട്രൈ ക്യാച്ച് ഉപയോഗിക്കുന്നത്. ഇത്ര ഉള്ളു ബേസിക് പറയാൻ വേണ്ടിയുള്ളത്. ഡൗട്ട് എന്തായിരുന്നു? അല്ല, നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ, ശരിക്കുള്ള ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴേ ഇതിനെ ചോദിക്കൂലോ, മേജർ പ്രൊജക്റ്റിനെ കുറിച്ചായിരിക്കുമല്ലോ ചോദിക്കുന്നത്. അപ്പം അതില് പ്രൊജക്റ്റിനെ പറ്റിയൊന്നും അങ്ങനെ ശരിക്കും ചോദിക്കില്ല. എന്താ ചെയ്തതെന്ന് വെറുതെ ചോദിക്കും. നമുക്ക് നമ്മുടെ കഴിവാണ് ആദ്യം നോക്കണത്. ഞാനിത് തന്നെ പ്രതീക്ഷിച്ചിരുന്ന വെച്ചത്, പക്ഷെ അങ്ങനെ വലിയ ചോദ്യമൊന്നും വരൂല.
അല്ല ഞാനിപ്പോ ഒരു കഴിഞ്ഞ ഒരു മാസം മുമ്പെങ്ങാണ്ടോ ഇത് ഞാനൊരു AI വെച്ചിട്ടൊരു ഇത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കിയായിരുന്നു. കുറച്ച് ആ കണ്ടന്റ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ട് റെസ്യൂം കൊടുത്തിട്ട് ചെയ്യുന്നതിന്റെ ഒരു സൈറ്റിൽ കയറിയപ്പം കിട്ടിയതാ. ആ അപ്പൊ അതിനകത്ത് ചോദിച്ച മോക്ക് ഇന്റർവ്യൂ ആയിരുന്നു. അതിനകത്ത് ചോദിച്ചെന്ന് പറയുന്നത് എങ്ങനെ ഡേറ്റാബേസ് കണക്ട് ചെയ്തു, എന്താണ് ചെയ്യുന്നത്, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അത് നമ്മളോട് ചോദിക്കും ഇത് എങ്ങനെ ഇത് കണക്ട് ആകുന്നു, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ? നമ്മുടെ ഡാറ്റാബേസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്യാൻ പോണതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്. അതെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മ എന്താണ് ഈ പൈത്തൺ കോഡിന്റെ അടുത്ത് നമ്മ ഉം. എന്താണ്, ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ആ, മതി. പൈത്തൺ കോഡ് MongoDB അല്ലേ നിങ്ങൾ ഉപയോഗിക്കാൻ പോണത്? ആ, അറിയില്ല, ഏതേലും. ഡാറ്റാബേസ് ഇവിടെ യൂസ് ചെയ്യുന്നത് MongoDB ആണോ? നിങ്ങളല്ലേ ഉപയോഗിക്കണം, നിങ്ങൾ തന്നെയല്ലേ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണത്. അല്ല, വെബ്സൈറ്റിന്റെ ഓക്കെ. മേൾ ഉപയോഗിച്ചിട്ട് തന്നെ. അപ്പൊ അതെ, ആദ്യം എന്താണ് നമ്മ പൈമോങ്കോ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് MongoDB-യിലായിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് രണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരു പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് പൈമോങ്കോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ കണക്ട് ചെയ്യാനുള്ള സെർവറിന്റെ പേര്, ക്ലയന്റിന്റെ പേര്, ഡാറ്റാബേസ് നെയിം, കളക്ഷൻ നെയിം എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സേവ് ചെയ്യാനുള്ള ഡാറ്റ എവിടെ നിന്നാണ്, ഇതൊക്കെ നിങ്ങൾ എന്താണ് റിട്രീവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഇത് ഡാറ്റാബേസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതിന്റെ കോഡ്സ് ആണ് ഇപ്പൊ ഇതിനകത്ത് ചെറിയ ബേസിക് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ബേസിക് കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇതായിരിക്കും ഫോർമാറ്റ് സേവ് ചെയ്യാനുള്ള. ഇനി എന്താണ് ഇൻസേർട്ട് ഡാറ്റ ഇൻറ്റു കളക്ഷൻ, അതായത് ഈ ഒരു ഡാറ്റ എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റാബേസിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ കളക്ഷൻ ഇവിടെ ഈ കളക്ഷൻ ഡോട്ട് ഇൻസേർട്ട് 1 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാൻ വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്താ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഡാറ്റ ടു സേവ് അതാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് എന്തായി ഇവിടെ ചെക്ക് ചെയ്യണേണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. ഇത്ര ഉള്ള ഇൻസേർട്ട് ചെയ്യണ സംഭവം. അത് ഇതിപ്പം എങ്ങനെ അപ്പൊ കണക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പം ഈ ഒരു പൈമോങ്കോന്റെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലേക്കും, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ മറ്റേ ഈ കോഡിലേക്കും കണക്ട് ചെയ്തിട്ട് അതെ, ഈ കോഡിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും ഈ കോഡിന്റെ അകത്ത്. ഓരോ ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അതെ. ഓക്കെ. ഏത് അൽഗോരിതമാണ് നമ്മളിതിപ്പോ നമുക്ക് ഇതിപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഹാർട്ട് റേറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ചെയ്യുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ ഇതിലേക്ക് ചെയ്യുമ്പോൾ, അല്ല സോറി, ഹാർഡ്വെയറിന്റെ അതിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ ഹാർട്ട് റേറ്റ് നോക്കുന്നുണ്ടല്ലോ. അതെങ്ങനെ അപ്പൊ മെഷർ ചെയ്യുന്നത്? അത് നമ്മ എന്താണ് മാക്സ് 30105 എന്ന് പറഞ്ഞ സെൻസറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു സെൻസറിന്റെ അകത്ത് നിന്ന് നമ്മ എന്താണ് ഒരു ഇൻഫ്രാറെഡ് റേ, ആ സെൻസറിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. ആ ചെറിയ സെൻസർ നമ്മുടെ ഫിംഗർ വെക്കുന്നതിന്റെ ആ പൊസിഷൻ അവിടെ. ഓക്കെ. ഇൻഫ്രാറെഡ് റേ എന്താണ് അതിൽ നിന്ന് വിട്ടിട്ട് എന്ത് ചെയ്യും, നമ്മളെ ബ്ലഡ് വെസൽസിൽ പോയി അത് ഇടിച്ചിട്ട് തിരിച്ചു വരും. അപ്പൊ ശരിക്കും ഓക്സിജന്റെ കണ്ടന്റ് എന്താണ്, ശരിക്കും അത് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ കണ്ടന്റ് ആണ് ശരിക്കും ചെക്ക് ചെയ്യണത്. അതനുസരിച്ചാണ് നമ്മുടെ ബ്ലഡ് ഫ്ലോ അത് മനസ്സിലാക്കണത്. ഓക്കെ, ആ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, നേരെ നമ്മുടെ അവിടെ നിന്ന് ഒരു ഡാറ്റ ഞാൻ ഒരു റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന റേഞ്ചിന്റെ ഇടയിൽ വന്നെയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് നോർമല് ആ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം എന്ത് ചെയ്യും, എന്റെ പൈത്തൺ കോഡിന്റെ അകത്തായിട്ട്, അതായത് നോർമൽ ആണോ ലോ ആണോ എന്ന് എന്റെ സീരിയൽ മോണിറ്റർ ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ആർഡിനോയിൽ. അപ്പൊ എന്ത് ചെയ്യും, എന്റെ പൈത്തൺ കോഡ് ആ സീരിയൽ മോണിറ്റർ ആക്സസ് ചെയ്തിട്ട് അവിടെ എന്തൊക്കെയാണ് പ്രിന്റ് ചെയ്യണത് അതെല്ലാ മെസ്സേജ് എന്റെ പൈത്തൺ കോഡിനകത്തോട്ട് എടുക്കുന്നത്. എന്നിട്ട് ആ പൈത്തൺ കോഡിൽ എന്താ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എൽ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് പ്രിന്റ് ആവണുണ്ടോ എന്ന് നോക്കും, ലോ എന്ന് പറഞ്ഞ ഒരു സംഭവം പ്രിന്റ് ആവണുണ്ടോ എന്ന് നോക്കും. ലോ എന്ന് പറഞ്ഞ സംഭവം അപ്പൊ പ്രിന്റ് ആവണമെങ്കിൽ അപ്പൊ തന്നെ നേരെ കോൾ ചെയ്യും. ടിലോ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമ്മുടെ രജിസ്റ്റർ ചെയ്തൊക്കെ നമ്പറിന്റെ അകത്തായിട്ട് കോൾ ചെയ്യും. നോൺ സ്റ്റോപ്പ് ആയിട്ട് കോൾ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ. അതാണ് നമ്മൾ ആ ഒരു സംഭവത്തിൽ ചെയ്യണം.
നമ്മളെ ഹാർട്ട് ബീറ്റ് പി സി ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഏതാ ഉപയോഗിക്കുന്ന? ശരിക്കും മാക്സ് 3010 എന്ന് പറഞ്ഞ ഒരു സീരീസാണ് ഉപയോഗിക്കുന്നത്. മാക്സ് 3010 2 ഉപയോഗിക്കും, മാക്സ് 3010 ഉപയോഗിക്കും. ഇത് രണ്ടാണ് വൈഡ്ലി യൂസ് ചെയ്ത് വന്നത്. നിങ്ങളുടെ നേരത്തെ ചേച്ചിമാരെന്ന് പറഞ്ഞില്ല, അവർക്ക് മാക്സ് 3010 ആയിരുന്നു. ഇപ്പൊ മാക്സ് 3010 കിട്ടാനില്ല. 102 ആണ് നിങ്ങളതിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. ഏതായാലും മതിയോ? പിന്നെ ഇത് ഹാർട്ട് ബീറ്റിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പൊ മറ്റേ വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മള് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ടല്ലോ, അൾട്രാസോണിക്. അതിന്റെ വർക്കിംഗ് എങ്ങനെയായിരുന്നു? അൾട്രാസോണിക് വേവ്സ് ഇതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു ഒബ്ജക്റ്റിൽ പോയിട്ട് ഹിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് റിസീവ് ആകും. അപ്പൊ ആ ഒരു പോയി ഹിറ്റ് ചെയ്ത് തിരിച്ചു വന്നതിന്റെ ആ ഒരു ഇതില് ഡിസ്റ്റൻസ് അത് കാൽക്കുലേറ്റ് ചെയ്യും. ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാനിവിടെ എന്താ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ 30 സെന്റിമീറ്റർ നമ്മുടെ കാറിന്റെ റിവേഴ്സ് സ്റ്റോൺ കേട്ടിട്ടില്ല, അതേപോലെയാണ് നമ്മുടെ ബസറും ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. 30 സെന്റിമീറ്ററും താഴെ വന്നെയാണെങ്കിൽ മറ്റേ ഒരു സെക്കൻഡ് ഇടവിട്ട് ഇങ്ങനെ പീപ്പ് 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 എന്ന് പറഞ്ഞാൽ അടിച്ചോണ്ടിരിക്കണം. അത് 15 സെന്റിമീറ്റർ താഴെയാണ്. അത് ആളടുത്ത് തന്നെയാണെങ്കിൽ കൂടുതൽ. 30 സെന്റിമീറ്റർ അത്ര വന്നെയാണെങ്കിൽ ചെറിയൊരു ഇൻഡിക്കേഷൻ. ശരിക്കും അടുത്ത് 15 സെന്റിമീറ്റർ താഴെ, അതായത് അത്ര അടുത്ത് തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഇന്റർവെൽ ഇല്ലാണ്ട് നേരെ അടിച്ചോണ്ടിരിക്കും സംഭവം ബസർ. കാറിലൊക്കെ ചെയ്യുന്ന പോലെ. കാറിലെ റിവേഴ്സ് സ്റ്റോൺ പോലെ തന്നെ. പിന്നെ യൂസ് ചെയ്തെന്ന് പറയുന്നത് മറ്റേ നമ്മൾ മറ്റേ ലാപ്പിലൊക്കെ നമുക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഡാറ്റ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ആ ഡാറ്റ എങ്ങനെ കൊടുക്കുന്നത് ഇപ്പൊ അതിനകത്ത്? മനസ്സിലായില്ല. നമ്മളിപ്പം അതിനകത്തിപ്പം സേവ് ചെയ്ത് അതിനകത്ത് കുറച്ച് ഡാറ്റാസ് നമുക്കിപ്പോ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നമ്മൾ എൻട്രി ചെയ്ത് കുറച്ച് ഡാറ്റാസ് കഴിഞ്ഞ ലാബിൽ അർജുൻ ചെയ്ത് കണ്ടേ ഞാൻ. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പറയുന്നത് പേഴ്സന്റെ ഇത് കൊടുത്തായിരുന്നു, ഡാറ്റ കൊടുക്കേണ്ട ഭാഗത്ത്. പിന്നെ എയറോപ്ലെയിൻ്റെ ഒരു ഇത് കൊടുത്തായിരുന്നു, ഇത് പിക്ക് കാണിച്ചിട്ട് എയറോപ്ലെയിൻ ആണെന്ന് പറഞ്ഞ് അതിന് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ അതിന് ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് പറയുന്നുണ്ടല്ലോ ഇത്. ഇതെന്ന് പറഞ്ഞ ഒരു കഫേ മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, ഒരു പ്രീ ട്രെയിൻഡ് മോഡലാണ്. ഏത് മോഡലാ? കഫേ മോഡൽ. കഫേ CAFFE കഫേ മോഡൽ. CAFFE മോഡൽ. ഈ ഒരു മോഡല് പ്രീ ട്രെയിൻഡ് മോഡലാണ്. ഈ ഒരു മോഡലിനെ ഈ മോഡലിനകത്ത് നേരത്തെ പ്രീ ട്രെയിൻഡ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു മോഡലിനകത്തായിട്ട് ഞാൻ എന്റെ ഡാറ്റാസ് ഞാൻ പാസ് ചെയ്തോണ്ടിരിക്കും. അല്ല, അപ്പൊ അതിനിപ്പം നമ്മളിപ്പം പുതിയതായിട്ട് ഇപ്പൊ എനിക്ക് ഒരെണ്ണം കൊടുക്കണം. ഇപ്പൊ എനിക്ക് പുതിയതായിട്ട് ഇപ്പം പുതിയൊരു ടോവിനോന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ടോവിനോന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ഡാറ്റ എങ്ങനെ ആഡ് ചെയ്യുന്നു? അപ്പം ആ ടോവിനോന്റെ പിക്ക് എടുത്തിട്ട് അതിലേക്ക് അങ്ങനെ കൊടുക്കുന്നുവല്ലോ. ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് പിന്നെയും ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത്, അപ്പൊ ഈ ഒരു പ്രീ ട്രെയിൻ മോഡലിന് വരെ നമ്മൾ വേറെ കസ്റ്റം ഡാറ്റ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ അകത്തോട്ട് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടി വരും. അത് ഡബിൾ റിസ്ക്. അപ്പൊ അത് റിസ്ക് ആണ്, കാരണം ഇത്ര ആക്യുറസി വരില്ല. ഇപ്പൊ ലൈറ്റിന്റെ ചെറിയൊരു വ്യത്യാസം വന്നാൽ തന്നെ വരെ നമുക്കത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ട്രെയിൻ ചെയ്ത് കാണിക്കണമെന്ന് മിസ് പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ കാണിച്ചു തരാം. ടീച്ചബിൾ മെഷീൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതെടുക്കുക, ട്രെയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിക്കണമെങ്കിൽ കാണിച്ചാൽ മതി. ടീച്ചബിൾ മെഷീൻ എടുക്കുക, ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്നിട്ട് ഇമേജ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഇമേജ് മോഡൽ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ആദ്യം ഐഡന്റിഫൈ ടോവിനോ. അത് കഴിഞ്ഞ് രണ്ടാമത്തേൽ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, വെബ് ക്യാം വഴിയോ അപ്ലോഡ് ചെയ്യാൻ വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ഇവിടെ ടോവിനോടെ കുറെ ഫോട്ടോസ് ആഡ് ചെയ്യുക, ഇവിടെ വേറെ ആരെങ്കിലും ഫോട്ടോസ് ആഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഇനിയും വേറൊരു സാധനം കൂടി ആഡ് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ട്രെയിൻ മോഡൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? ആ ട്രെയിൻ മോഡലിൽ വെറുതെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഞാൻ സാമ്പിളായിട്ട് കാണിക്കാൻ. ഇല്ല, അപ്പൊ നമ്മൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ടെക്കബിൾ മെഷീൻ അതില് ടീച്ചബിൾ മെഷീൻ ടീച്ചബിൾ മെഷീൻ. കാണിച്ചുതരാം. ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഒരു പണ്ടത്തെ ഒരു ഡാറ്റ സെറ്റ് മാസ്ക് വിത്തൗട്ട് മാസ്ക്. ഓക്കെ, എന്നിട്ട് എന്താണ് കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം. ഇതിന്റെ കോഡ് അപ്പൊ നമുക്ക് കിട്ടുമോ? ഇതിന്റെ കോഡ് കിട്ടും. എന്നിട്ട് ഇതെടുത്ത് ആ കോഡ് അവിടെ പേസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഓരോ പ്രാവശ്യം നമ്മ എന്താണ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് ട്രെയിൻ ചെയ്യേണ്ടി വരും. ഇവിടെ വന്ന് ട്രെയിൻ ചെയ്യേണ്ടത്. അതെ. ഓക്കെ. എൻ്റെ കയ്യിലുള്ള ഒരു അധികം ഇമേജ് ഒന്നും ആഡ് ചെയ്യണമെന്നില്ല. എൻ്റെ കയ്യിലുള്ള ഒരു 12,000 ഇമേജ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് മാസ്കിന്റെ അവിടെ. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ 2000 ഇമേജ് എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ടൊരു എത്ര MB എടുക്കും? മാക്സിമം ഒരു 50-100 MB ഒക്കെ ആവൂലേ ഇത്? ഇത് അധികം പറയുന്നില്ല. അല്ല, നമ്മളിപ്പോ ഇതെല്ലാം കോപ്പി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇമേജ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു കോഡും ഇമേജും ഉൾപ്പെടെയാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. ഇമേജ് നമ്മ കൊടുക്കേണ്ടതല്ലേ? അതിൽ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം ഇതുപോലെ തന്നെ. അതെ, ഞാൻ സെപ്പറേറ്റ് ഇപ്പൊ എടുത്തിട്ട് കൊടുത്തില്ല, അതേപോലെ കൊടുക്കണം. ഇമേജിന്റെ അതായത് അതിന്റെ അതൊന്ന് കാണിക്കണേ, ആ കോഡിനകത്ത് ഇമേജ് എവിടെ കൊടുക്കുന്നതെന്ന്. അതൊന്നും കൂടി കാണിക്കാം. ക്ലാസിന്റെ അകത്ത് മാസ്ക് ഞാൻ കൊടുത്ത ആദ്യം. രണ്ടാമത്തത് വിത്തൗട്ട് മാസ്ക്. ഇവിടെ ഇത് കൊടുക്കുന്നതല്ല ഞാൻ ചോദിച്ചു നമ്മുടെ മറ്റേ ഒറിജിനൽ കാണിച്ചരാ. ഇവിടെ എന്താണ് ഇമേജ് കൊടുക്കുന്നതാണോ ചോദിച്ചത്? അല്ല, നമ്മുടെ ഒറിജിനൽ പൈത്തൺ പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിലേക്ക് എങ്ങനെ പുതിയൊരു ഡാറ്റ ഇപ്പൊ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും? അതിലായിട്ട് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ കോഡ് മൊത്തത്തിൽ മാറ്റണം. നമ്മുടെ കോഡ് മൊത്തത്തിൽ മാറ്റേണ്ടി വരും. ഈ പ്രീ ട്രെയിൻ മോഡൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മ കസ്റ്റമായിട്ടൊരു മോഡൽ ട്രെയിൻ ചെയ്ത് അത് ഈ മോഡൽ ഇപ്പൊ നമ്മൾ ചെയ്യണ മോഡൽ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആക്യുറസി കിട്ടൂല, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ബ്ലോബ് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ കുറെ കോൺസെപ്റ്റ് ഉണ്ട്. അറിയാം. അതൊന്നും ചെയ്യാൻ പറ്റൂല നമുക്ക്. അത് വേണ്ട. അപ്പൊ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇത് തന്നെ മതി. ഇവിടെ വേണമെങ്കിൽ കുറച്ച് ഇമേജ് എടുത്ത് ആഡ് ചെയ്യുക. ഞാൻ 20 ഇമേജ് ഇവിടെ കൊടുത്ത് അടുത്ത വിത്തൗട്ട് മാസ്കിന്റെ അവിടെ അടുത്ത കുറച്ച് ഇമേജ് എനിക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ 2 എണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതാണ് മോഡൽ ട്രെയിൻ ചെയ്യാനുള്ളത്. എത്ര പോക്സ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഈ ഡാറ്റ സെറ്റ് കൂടി കടന്നു പോകണം. അത് എത്ര കൊടുത്താലും കുഴപ്പമില്ല. ട്രെയിൻ മോഡൽ കൊടുക്കുക. ട്രെയിനിങ് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ എക്സ്പോർട്ട് വേണമെങ്കിൽ ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കോഡും ആ ഒരു കാര്യങ്ങളും കിട്ടും. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ഒരു ഫയൽ ഞാൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയും അത് മാസ്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പറയുന്നത്. വിത്തൗട്ട് മാസ്ക് കണ്ട
ഓക്കെ. വേറെ ഒരെണ്ണം കൊടുക്കണമെങ്കിൽ മാസ്ക് ഉള്ള ഞാൻ കൊടുത്ത മാസ്ക് ഓക്കെ. എന്നിട്ട് എക്സ്പോർട്ട് മോഡലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 3 ടൈപ്പ് ഫോർമാറ്റ് വയ്ക്കും. നിങ്ങൾക്ക് വല്ല എന്താണ് ജാവാസ്ക്രിപ്റ്റ് ഫോർമാറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ ഓക്കെ മനസ്സിലായി. നമ്മുടെ ടെൻസർ ഫ്ലോ ആണ്. ടെൻസർ ഫ്ലോ നമ്മുടെ ഓക്കെ. എന്നിട്ട് ഓപ്പൺ സി വി കയറാസ, കാരണം നമുക്ക് ലൈവ് ക്യാമറ വഴിയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യേണ്ടത്. ഓപ്പൺ സി വി കയറാസ്. എന്നിട്ട് ഈ കോപ്പി ഞെക്കി കഴിയുമ്പോൾ കോഡ് കോപ്പി ആവും. എന്നിട്ട് ഡൗൺലോഡുമായി മോഡൽ കൊടുക്കുക. മിസ് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് വേറെ ഒരെണ്ണം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കാം. പക്ഷെ ഇത് എഫിഷ്യന്റ് ഒന്നും അല്ല ശരിക്കും. ഇത് ചെറിയ ചെറിയ യൂസിന് വേണ്ടിയാണ് ശരിക്കും കൊണ്ടുവന്നത് ഗൂഗിൾ. മനസ്സിലായി. നമുക്ക് ഇതിന്റെ അതായത് ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യണമെങ്കിൽ തന്നെ മാക്സ് 30102ന്റെ എനിക്കിപ്പോ ഒറിജിനൽ വർക്കിംഗ്, അതായത് എനിക്ക് കുറെ ഇനി അറിയാം ഇൻഫർമേഷന് വേണമെന്ന് നോക്കുവാണെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ പോരെ, അതിന്റെ ഫുൾ വർക്കിംഗ് നമുക്ക് കിട്ടൂലോ. അല്ല ഇപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു സെൻസർ അത് തന്നെ സെർച്ച് ചെയ്താൽ മതി. അതതിന്റെ ഫുൾ ഇതുണ്ട്. മാക്സിന്റെ തന്നെ കുറെ ഉണ്ട്. അഡാഫ്രൂട്ട് മാക്സ് എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്, അവരാ കൊണ്ടുവന്നത്. ഓക്കെ. അതുപോലെ മൈക്രോ കൺട്രോളർ ഉപയോഗിക്കണ കൊണ്ടാണ് ശരിക്കും ഇതിന് ഇത്തിരി എഫിഷ്യൻസി കുറവ് വന്നത്. മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത് കൊണ്ട് മൈക്രോ പ്രൊസസർ ആയിരുന്നെങ്കിൽ ശരിക്കും ഇതിന്റെ ഇത്തിരി എഫിഷ്യൻസി കൂടിയാണ് ശരിക്കും. അല്ല ഇപ്പൊ നമുക്ക് അർഡിനോ ഞങ്ങൾക്ക് സാറ് പറഞ്ഞെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് പഠിക്കാനുണ്ട്. IoT-ക്കകത്ത് ഇപ്പൊ ഒരെണ്ണം പഠിപ്പിക്കുന്നുണ്ട് ഇത്. അർഡിനോ എന്നൊക്കെ പറയുന്നത്. അർഡിനോ എന്ന് പറയുന്നത് ലോ കോസ്റ്റിൽ ഒരു സാധനമാണ്. പക്ഷെ അതിനകത്ത് തന്നെ മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഒരുപാട് ഇൻബിൽട്ട് ആയിട്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ചെറിയൊരു വർക്കിംഗ് മോഡലാണ് അർഡിനോ എന്ന് പറയുന്നത്. അർഡിനോ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അതിനകത്ത് ഉണ്ടല്ലോ ഇപ്പൊ ഓൾമോസ്റ്റ്. മൈക്രോ കൺട്രോളറും മൈക്രോ പ്രൊസസറും തമ്മിൽ എന്താ വ്യത്യാസം? മൈക്രോ പ്രൊസസർ എന്ന് പറയുമ്പം ഇത് അതായത് സ്പെസിഫിക് ടാസ്കിന് വേണ്ടി മാത്രമല്ല, എല്ലാ ടാസ്കും പെർഫോം ചെയ്യാം. മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ടാസ്കിന് മാത്രം അറ്റ് എ ടൈം ഒരു ടാസ്ക് മാത്രമാണ് അത് ശരിക്കും മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യണത്. മൈക്രോ പ്രൊസസർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. അതാണ് മെയിൻ സംഭവം തന്നെ. ഇവിടെ ഇപ്പൊ നമ്മൾ മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മൈക്രോ കൺട്രോളർ അൾട്രാസോണിക് ബസർ അങ്ങനെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. മൈക്രോ പ്രൊസസർ എന്ന് പറയുമ്പോൾ ശരിക്കും സൈമൾട്ടേനിയസ്ലി എന്റെ പൈത്തൺ കോഡും ആ കാര്യങ്ങളെല്ലാം കൂടി ഒറ്റയടിക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അപ്പൊ ഓരോ ഓപ്പറേഷൻസ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. ഒരു 20% 15% ഒരു എഫിഷ്യൻസി കുറവുണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസം. അപ്പം കോമ്പോണൻസും കാര്യങ്ങളും എല്ലാം ബഡ്ജറ്റ് കുറവല്ലേ ഇപ്പൊ ഇതിനകത്ത് കമ്പയർ ചെയ്യുമ്പം? അല്ലാതെ ഞങ്ങള് കൂടുതലാണ് മേടിച്ചത്. ഇത് ചെയ്യണതിനാണ് ഞാൻ പൈസ മേടിക്കുന്നത്. ഓക്കെ. അല്ലാതെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഫണ്ട് ഇറക്കിയത് ക്ലാസ്സിൽ നിന്ന് തന്നെ. ബാക്കി എല്ലാവരും ഞാനൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞ ആദ്യം തന്നെ നിൽക്കുമായിരുന്നു. അതായത് തന്നെ തന്നെ പഠിച്ച് തന്നെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മളിത് എന്തായാലും ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ പോകുന്നതല്ലേ. ഇതിലേക്ക് ഇലക്ട്രോണിക്സും ഇതിലേക്ക് ഞാൻ എന്തായാലും കിടക്കുന്നില്ല. ഇതെനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത മേഖലയായിരുന്നു. പിന്നെ അർജുനും അവരും എല്ലാവരും പറഞ്ഞപ്പോ പിന്നെ ഞാനും അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഇത് കാണിച്ചു തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൂടെ? വേണ്ട, ഇതിപ്പം ഇനി ഇത് അതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് ഇനി മറ്റേ ലാസ്റ്റ് കാണിച്ചാലും മതിയായിരിക്കും. മിക്കവാറും അത് അങ്ങനെ ആവശ്യം വരുമായിരിക്കും. ഇതിപ്പോ ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് വീഡിയോ. ഡൗൺലോഡ് മോഡൽ കൊടുക്കുക. അപ്പൊ മോഡൽ ഡൗൺലോഡ് ആവും. അത് എക്സ്ട്രാക്ട് ഇടുക. എന്നിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ഇടുക. നമ്മുടെ ഒറിജിനൽ ഇല്ല, എവിടെയെങ്കിലും ഇട്ടാൽ മതി. അത് ഇതിപ്പോ ട്രെയിനിങ്ങിന് വേണ്ടിയല്ലേ, അത് എവിടെയെങ്കിലും ഇട്ടാൽ മതി. അല്ല, ഈ ഡാറ്റ ഇപ്പൊ എനിക്കൊന്ന് മറ്റേതിനകത്തോട്ട് കൺവേർട്ട് കാണിച്ചു തരാൻ പറ്റുമോ?
നമ്മുടെ ഒറിജിനൽ ഇതിലേക്ക്? മനസ്സിലായില്ല. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ട്രെയിൻ ചെയ്തിട്ട് അതിന്റെ ഒരു കോഡ് കിട്ടി. ആ ഈ കോഡും ആ ഇമേജസും കൂടെ എടുത്തിട്ട് നമ്മുടെ മറ്റേ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയല്ലോ, നമ്മുടെ ആ ഒറിജിനൽ സാധനം, നമ്മുടെ ഡാറ്റാസ് നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? അതായത് നമ്മളിപ്പോ പ്രീ ഡിഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വർക്കിംഗ് മോഡലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, കാഫ് മോഡൽ എന്ന് പറഞ്ഞാൽ. ആ ആ കാഫ് മോഡലിലേക്ക് തന്നെ നമുക്ക് ഈ ഡാറ്റാസും കൂടി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ ആകുമ്പോൾ ക്രാഷ് ആവും അത്. അത് പറ്റൂലെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രീ ട്രെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ്. ആ ഒരു മോഡലിനെ പിന്നെ മാറ്റാനാണെങ്കിൽ നമ്മൾ കോഡ് എൻറ്റയർലി മാറ്റണം. കോഡ് എൻ്റർലി മാറ്റണം. ആ ഓക്കെ. ഇപ്പം അല്ല, ടീച്ചർ ചോദിക്കാൻ വഴിയില്ല. അപ്പൊ വേറെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്ന നോക്കണമെങ്കിൽ നിങ്ങൾ ഇത് കാണിച്ചാൽ മതി. ഡൗൺലോഡ് മൈ മോഡൽ എടുക്കുക, ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക കോഡ്, എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താണ് VS കോഡിൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സ്ക്രീൻ കാണുന്നില്ല കേട്ടോ. സ്ക്രീൻ കാണാനുള്ള അല്ല, സ്ക്രീൻ മറ്റേ ആ ഫസ്റ്റ് ആ ഒരു ടീച്ചബിൾ മെഷീന്റെ ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ ഇപ്പോഴും കാണിക്കുന്നത്. ആ ഇപ്പൊ ഓക്കെ. അപ്പൊ എന്താണ് വെറുതെ ഒരു ഫോൾഡർ ഉണ്ടാക്കുക, അതിൻ്റെ അകത്തോണ്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ പേസ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടണതാണ് ഒരു മോഡലും അതിന്റെ ലേബിൾ ഫയലും. ഓക്കെ. എന്നിട്ട് ഇത് VS കോഡിൽ ഓപ്പൺ ചെയ്യണം. അതറിയാലോ VS കോഡിൽ ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ കോഡ് ഡോട്ട് അത് ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി അത് വേണ്ടേ? എന്നിട്ട് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത കോഡ് കൊണ്ടുവന്ന് ഇടണം. ഇവിടെ നിന്ന് കോപ്പി ചെയ്ത ഈ കോഡ് ആ ഫോൾഡറിനകത്ത് വേറെ രണ്ട് ഫോൾഡർ കിടക്കുന്നുണ്ടല്ലോ, ഫൈനൽ PY അല്ലാതെ. അത് എവിടുന്ന വന്നത്? ആ രണ്ടെണ്ണം ഇത് രണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് മൈ മോഡലാക്കി കഴിയുമ്പോൾ നമുക്കൊരു സിപ്പ് ഫയൽ കിട്ടും. ആ സിപ്പ് ഫയലിന്റെ അകത്ത് ഇത് രണ്ടും ഉണ്ട്. ഈ രണ്ട് സംഭവം ഉണ്ടാവും. എന്നിട്ട് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊടുക്കുക, എന്നിട്ട് റൺ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ലോക്കൽ മെഷീനിൽ നമുക്ക് റൺ ചെയ്ത് കാണിക്കാം. ഇതിപ്പോ റൺ ചെയ്യിച്ചാൽ എങ്ങനെ വരും? ഇപ്പൊ റൺ ചെയ്യിച്ച് ഇപ്പൊ എന്നാ കാണും. അടി കാണിക്കണ്ട ക്ലാസ് മാസം പറഞ്ഞു മാസ്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അല്ല, അതിപ്പോ നമ്മളിപ്പോ ഡാറ്റ നമ്മൾ കൊടുത്തിട്ട് മാസ്ക് ഓക്കെ, മാസ്ക് ഇല്ലാതെ കിടക്കുന്നുണ്ട്. ഇവിടെ ബൗണ്ടിംഗ് ബോക്സ് ഒന്നും വരച്ചാണാത്തണ്ട. അതോടിന്റെ പ്രശ്നം. മനസ്സിലായി. മാസ്ക് ഇട്ട് കഴിയുമ്പോ മാസ്ക് എന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്യും. അതെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ക്യാമറയുടെ ആക്സസ് ഒക്കെ അവർ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് നിന്ന് എടുക്കൂ. അതാണ് ഈ ഒരു ലൈനാണ്. അത് ഈ ഒരു ലൈൻ അതിനു വേണ്ടിയാ. ഓക്കെ, ക്യാപ്ചർ എന്ന് പറഞ്ഞ അവിടുത്തെ സ്റ്റാർട്ട് റൺ ചെയ്യിക്കുമ്പോ തന്നെ. അതെ, അതിന്റെ ഫംഗ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ എന്താ ഡൗട്ട് ഉള്ളത്? വേറെ ഇപ്പം വേറെ എന്തൊക്കെ ഫീച്ചർ ഉണ്ട്? വേറെ ഇനി എന്താണ്, നമ്മളെ ഡിറ്റക്ട് ചെയ്യുന്ന എന്താണോ ആ ഡിറ്റക്ട് ചെയ്യുന്ന സംഭവം ഒരു ടെക്സ്റ്റ് ഫയൽ ആയിരിക്കുമല്ലോ. അത് കൺവേർട്ട് ചെയ്ത് ഓഡിയോ ഫയലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യിപ്പിക്കും. അതെങ്ങനെ കൺവേർഷൻ നടക്കുന്നത് ടെക്സ്റ്റിലേക്ക്? PyTTX എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ഉണ്ട്. ഏതാ? PyTTX. ഇതാണ് ആ ലൈബ്രറി, PyTTX-X3. ഈ ഒരു ലൈബ്രറി ഉപയോഗിച്ചാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണത്. അതായത് ഇമേജിനെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതെ, ഇമേജിനെ ടെക്സ്റ്റിനെ എന്താണ് ഓഡിയോ ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണത്. ടെക്സ്റ്റിനെ ഓഡിയോ ഔട്ട്പുട്ട് ആയിട്ട്. ഓക്കെ. അപ്പൊ ഇമേജിനെ എങ്ങനെ ഈ ട്രെയിൻ ചെയ്തിട്ട് ടീച്ചർ ട്രെയിനിങ് മെഷീൻ എന്ന് പറഞ്ഞേ?
ടീച്ചബിൾ മെഷീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെയ്തപ്പോൾ നമുക്ക് മറ്റേ മാസ്കും വിത്തൗട്ട് മാസ്ക് എന്നും പറഞ്ഞ് നമ്മുടെ അതിനകത്ത് ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടെക്സ്റ്റ് നമുക്ക് അവിടെ അത് കിട്ടുന്നുണ്ട്. ആ ടെക്സ്റ്റിനെ വോയിസ് ആയിട്ട് ഇവിടെ കൺവേർട്ട് ആവുന്നതേ ഉള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓക്കെ വോയിസ് ആയിട്ടില്ല കൺവേർട്ട് ആവുന്നത്. അതെ വോയിസ് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോഴേക്കും എന്തോ അതിനെ ടെക്സ്റ്റിലേക്ക് അവിടെ എങ്ങനെ, അതായത് അങ്ങനെ വല്ല ചോദ്യം വല്ലതും വരുമോ? എങ്ങനെ അത് കൺവേർട്ട് ആയി? നമ്മൾ ട്രെയിൻ ചെയ്തേക്കുന്ന ഇത്രയും കാര്യങ്ങളിലാണ്. ഒബ്ജക്റ്റിനെ ക്യാമറ യൂസ് ചെയ്യുന്നു. അപ്പൊ എന്താണ് വീഡിയോ എന്ന് പറഞ്ഞ സംഭവം? എന്താണ് ഓരോ ഇമേജ് അടുപ്പിച്ചടുപ്പിച്ച് വെക്കണ ഒരു കളക്ഷൻ ഓഫ് ഇമേജസ് ആണ് ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ആ വീഡിയോ എടുക്കുമ്പോ തന്നെ ഓരോ ഇമേജിന് എന്താണ് മോഡലിനകത്തൂടി പാസ് ചെയ്യും. മോഡലിനകത്തൂടി പാസ് ചെയ്യുമ്പോൾ മോഡൽ ചെക്ക് ചെയ്യും ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ ആ കാര്യം അവിടെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിന്റെ ചുറ്റും ഒരു ബോക്സ് വരച്ചിട്ട് ഈ ഒരു കാര്യം എഴുതി കാണിക്കും. എഴുതി കാണിക്കും. ഈ കാണിക്കണതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ബാക്ക്ഗ്രൗണ്ട് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആയിട്ട് ഒരു ടെക്സ്റ്റ് ആണത് അല്ലേ? അതെ. അപ്പൊ ആ ടെക്സ്റ്റിനെ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് ആയിട്ട് കേൾപ്പിക്കാൻ വേണ്ടി PyTX എന്ന് പറഞ്ഞ ലൈബ്രറി ഉപയോഗിച്ചത് ഇവിടെ അതാ ചെയ്യുന്നത്. ഇപ്പൊ 90% കോൺഫിഡന്റ് ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്തേക്കുന്ന കാര്യം അതാണെങ്കിൽ നമ്മുടെ ആ സംഭവം വിളിച്ചു പറയണം. കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, അതിപ്പോ അറിയാത്തോണ്ട്. ഞാൻ പറയുമ്പോ മനസ്സിലാവും. ഇതിനി ഫൈനൽ ക്ലാസ്സിന് ഇനി എക്സ്പ്ലെയിൻ ചെയ്യൂലേ അടുത്ത ക്ലാസ്സിൽ? അതെ, അടുത്ത ക്ലാസ്സിൽ ഇതായിരിക്കും ഈ കോഡായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യണം. ഫുൾ കോഡ്. ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ പ്രൊജക്ട് തന്ന് ഫൈനൽ അല്ലേ, തീർന്നില്ലേ? അതെ 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 അതെ. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി. അത് കഴിഞ്ഞ് ചോദിക്കാം. ഓക്കെ. ഓഫ്ലൈൻ ആയിട്ട് വെക്കേണ്ട ഇനി ആവശ്യമൊന്നുമില്ലല്ലോ, വേറെ ഡീറ്റെയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഓഫ്ലൈൻ ആയിട്ട് ശരിക്കും പൈത്തൺ പഠിക്കേണ്ട ആവശ്യമായിരുന്നു ഓഫ്ലൈൻ. അത് നിങ്ങൾക്ക് അറിയാതില്ല. അത് അറിയാം, നിങ്ങൾ പണ്ട് മുതൽ നോക്കുന്നേ. വേറെ ചോദ്യം ചോദിക്കാന്ന് പറയുമ്പോ നമ്മ എന്താ അൽഗോരിതം ഉപയോഗിച്ചേക്കണത് ഇവിടെ? എന്താ അൽഗോരിതം ഉപയോഗിക്കുന്നത്? നമ്മ CNN എന്ന് പറഞ്ഞ ഒരു അൽഗോരിതമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. CNN ന്യൂറൽ നെറ്റ്വർക്ക് ഇല്ലേ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ന്യൂറൽ നെറ്റ്വർക്കിലുള്ള ഒരു എന്താണ് പ്രീ ട്രെയിൻഡ് മോഡലാണ് കഫേ മോഡൽ, കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്. ഇതാണ് ശരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ല, കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാമോ? CNN എന്ന് പറഞ്ഞൊരു അൽഗോരിതം ഉണ്ട് നമുക്ക്, ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്. ആ അൽഗോരിതത്തിന്റെ അകത്ത് തന്നെ റിലേറ്റ് ചെയ്ത് തന്നെ ഒരു ടോപ്പിക്, ഒരു സാധനമാണ് ഈ ഒരു പ്രീ ട്രെയിൻഡ് മോഡൽ. അപ്പൊ അൽഗോരിതം എന്താണെന്ന് നോക്കണമെങ്കിൽ ഇതാണ് നമ്മുടെ അൽഗോരിതം. ശരിക്കും ഈ അൽഗോരിതം ബേസ് ചെയ്താണ് ആ മോഡൽ ഉണ്ടാക്കിയേക്കുന്നത്. അൽഗോരിതം എന്ന് പറയുമ്പോ ഇതാണ് നമ്മുടെ അൽഗോരിതം, കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്. നമ്മളിപ്പോ സെറ്റ് ഓഫ് ഇപ്പം അൽഗോരിതം എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യം എനിക്ക് അറിയില്ല, അൽഗോരിതം എന്ന് പറഞ്ഞു കഴിയുമ്പം എന്തോ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി എന്തൊക്കെ രീതിയിൽ ഓരോരോ ടാസ്ക് ചെയ്ത് പോകണം. അതാണ് ശരിക്കും അൽഗോരിതം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ. അതായത് നമ്മളുടെ ഒരു ടാസ്ക് ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം, അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം, അതാണ് ശരിക്കും അൽഗോരിതം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. കൊണ്ട് അങ്ങനെ പല ടൈപ്പ് അൽഗോരിതം ഉണ്ട് നമ്മുടെ ഈ മെഷീൻ ലേണിങ്ങിനകത്ത്. പല ടൈപ്പ് അൽഗോരിതം ഉണ്ട്. അതിലൊരു അൽഗോരിതമാണ് CNN. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണ കോൺസെപ്റ്റ് അറിയോ എങ്ങനെയാണെന്ന്? ഇല്ല. ബ്രെയിൻ എങ്ങനെയാണ്, അതായത് എന്താണ്, ഇപ്പൊ ഞാനൊരു തീയിൽ പോയി തുടരണമെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് റിഫ്ലക്സ് ആക്ഷൻ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഞാനൊരു സംഭവം രാവിലെ എണീറ്റ് പല്ല് കേൾക്കാൻ ചിന്തിക്കണം, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രെയിനിൽ നിന്ന് ഒരു ന്യൂറോൺ അടുത്ത ന്യൂറോണിലായിട്ട് ഒരു എന്താണ് ഒരു പൾസ് പാസ് ചെയ്യുമ്പോഴാണ് ശരിക്കും സംഭവിക്കുന്നത് ഓരോ നമ്മൾ നടക്കണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
ബ്രെയിനിൽ നിന്ന് ഓരോ ബ്രെയിനിൽ കുറെ ന്യൂട്രോൺസ് ഉണ്ട്. ആ ന്യൂട്രോൺസ് ഓരോ പൾസ് പാസ് ചെയ്താണ് നമ്മൾ നടക്കണ കാര്യങ്ങൾ, തിന്നണ കാര്യം, ഇതൊക്കെ ബ്രെയിൻ ചെയ്യണത്. അതേപോലത്തെ കോൺസെപ്റ്റ് തന്നെയാണ് കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്. ഞാനിത് അന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ ഉള്ളത്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ബേസിക് നോളജ് കിട്ടി. അതായത് ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്നത്, അതായത് ആ ഒരു സെറ്റ് ഓഫ് അവര് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെന്ന്. ഇതാണ്ട ഇവിടെ ഈ ലൈൻ വായിച്ചു നോക്കി. A convolution neural network is a type of artificial neural network used primarily for the image recognition and processing. നമുക്കതല്ലേ വേണ്ടത്. അതായത് ഇമേജ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ് ഈ CNN അൽഗോരിതം എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന്റെ പാറ്റേൺ എന്നാണ് പറയുന്നത്. അതല്ല, ആ ഒരു അൽഗോരിതം ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ഒരു ഇമേജിന്റെ അകത്തുള്ള പാറ്റേൺസും എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇമേജ് പല ടൈപ്പ് പാറ്റേൺ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു ഇമേജിൽ പല എയറോപ്ലെയിൻ ഉള്ള 1000 ഇമേജ് എടുത്ത് ഞാനിപ്പോ ഗൂഗിളിൽ എയറോപ്ലെയിൻ അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇഷ്ടം പോലെ വരും, കുറെ സംഭവം വരും. നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവും ഇത് എയറോപ്ലെയിൻ ആയിരിക്കും. പക്ഷെ അതിന് മനസ്സിലാവണ്ടേ, അതെന്ത് ചെയ്യും? ഇമേജ് റെക്കഗ്നീഷൻ നടത്തും, എന്നിട്ട് ഓരോ പാറ്റേൺ കണ്ടുപിടിക്കും. ഇപ്പൊ 1000 പ്ലെയിനിന്റെ ഇമേജ് എടുത്ത് കഴിയുമ്പോൾ അവസാനം മനസ്സിലാവും ഇമേജ് ഒരു പ്ലെയിൻ എന്താണെന്ന് അത് മനസ്സിലാക്കും. അതായത് ഒരു കൊച്ചുകുട്ടീനെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അതാണ് ശരിക്കും ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യണം. അത് ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു മോഡൽ ട്രെയിൻ ചെയ്യണത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്. കഴിഞ്ഞില്ലേ അപ്പൊ? കഴിഞ്ഞു. അല്ല, എന്താ ഞങ്ങളുടെ പ്രൊജക്ട് എന്നാ കിട്ടുന്നത്? അത് ഞാൻ നാളെ ഓഫീസിൽ എൻ്റെ അടുത്ത് അയച്ചു തരാം. നാളെ തന്നെയോ? നാളെ രാത്രിത്തേക്ക് ഞാൻ അയച്ചു തരാം. ഒരു ദിവസത്തുള്ളിൽ എത്താന്നാ പറഞ്ഞേക്കണത്. അല്ല, പതുക്കെയായാലും ഞങ്ങൾക്കിനി ഞങ്ങളുടെ ക്ലാസ് കഴിയുന്നതെന്ന് പറയുന്നത് മാർച്ച് 28 കലണ്ടർ കൊടുത്തിരിക്കുന്നത് ഓഫീസിൽ, അക്കാഡമിക് കലണ്ടറിൽ. പക്ഷെ ഏപ്രിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫൈനാൻസ് തമ്മിൽ ഒരു പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് അങ്ങോട്ട് പോയി ഇങ്ങനെ പോയി. അതുകൊണ്ട് മാർച്ചിൽ തന്നെ ഈ ഞങ്ങൾക്ക് ഇനി അടുത്ത ഇടയ്ക്ക് തന്നെ ഈ സബ്മിറ്റ് ചെയ്യണമെന്ന് ഞങ്ങളുടെ ടീച്ചർമാരെ പ്രഷർ തരുന്നത്. പിന്നെ എല്ലാവരും ഈ ആപ്ലിക്കേഷൻസ് കൊണ്ടാക്കുന്നത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. പ്രിപ്പയർ ചെയ്യുന്നല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്ല, ഇതിപ്പോ ഞങ്ങളുടെ അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച കിട്ടുവാണെങ്കിൽ ആ ആഴ്ച തന്നെ ക്ലാസ്സുമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യത്തില്ല? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, ശരിയാണ്. ഓക്കെ.